നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the most holy name of our Lord Jesus Christ be exalted. അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ എളമ്പൽ സുവിശേഷ പ്രസംഗ യോഗത്തിന്റെ പ്രാരംഭ രാത്രിക്കായി ആദ്യമായി കർത്താവിനെ സ്തുതിക്കുക. We primarily praise God for the first night of these gospel meetings being conducted in Elambal. ദൈവ വചന കേൾവിക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഈ ശബ്ദവാഹിനിയുടെ ശ്രവണപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. To all the brethren and sisters who are seated here and to all our audience who are within our audible range, we would like to extend our greetings to you in the sweet and loving name of our Savior and Lord Jesus Christ. അനുഗ്രഹീതമായ ആത്മീക ശുശ്രൂഷകൾ കർത്താവ് നമുക്ക് നൽകി. The Lord gave us blessed ministries hence thus far. ആത്മീക ഗീതങ്ങൾ പാടുവാനും ദൈവത്തെ ആരാധിക്കുവാനും സ്തോത്രസ്തുതികൾ കരേറ്റി ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ ദൈവം കൃപ ചെയ്തു. The Lord helped us to sing spiritual songs and to rejoice in Him and to praise God. മാത്രമല്ല അനുഗ്രഹിക്കപ്പെട്ട അനുഭവ സമ്പന്നമായ ഒരു അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം ശ്രവിക്കുവാൻ ദൈവം നമുക്ക് അവസരമൊരുക്കി. And the Lord gave us an opportunity to listen to a blessed event-filled testimony. പാരമ്പര്യത്തിന്റെ കെട്ടുപാടുകളിൽ നിന്നും സർവശക്തനായ ദൈവം തന്റെ മകനെ വിളിച്ച് ഭയവും ഭീരുത്വവും ഉണ്ടായിരുന്ന ജീവിത അനുഭവത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് പ്രത്യാശയുള്ള ഒരു ജീവിതത്തിന്റെ ഉടമയാക്കി തീർത്തു. And the Lord separated the dear brother from a life which was bound by tradition, from a fearful and a dreadful life, and God brought him to a life filled with hope. ഈ അനുഗ്രഹിക്കപ്പെട്ട അനുഭവ സാക്ഷിക്കായും കർത്താവിനെ സ്തുതിക്കുക. We praise God for this blessed testimony. ഈ രാത്രിയിൽ നമ്മോടുള്ള ദൈവത്തിന്റെ ആലോചനയ്ക്കായി കർത്താവായ യേശുവിന്റെ ആണിപ്പഴുതുള്ള കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. And shall we surrender ourselves into the nail-scarred hands of our God to hearken to the voice of God this evening? ഈ രാത്രിയിലെ തിരുവചന ധ്യാനത്തിനായി നമ്മുടെ ഏവരുടെയും ശ്രദ്ധ വിശുദ്ധ ബൈബിൾ എബ്രായ ലേഖനത്തിലേക്ക് നമുക്ക് തുറക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിന്റെ പ്രാരംഭ വാക്കുകൾ നമുക്ക് വായിക്കാം. And for our attention this evening, shall we turn our attention to the epistle to the Hebrews, chapter 12, the beginning portion of verse 2. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. Looking unto Jesus, the author and finisher of our faith. അനുഗ്രഹിക്കപ്പെട്ട ദൈവ വചനത്തിനായി കർത്താവിനെ സ്തുതിക്കുക. We primarily praise God for this blessed verse. കാലം അതിന്റെ അന്ത്യത്തിലും ലോകം അതിന്റെ വിനാശത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Time is reaching its end and the world is coming to its fag end. പുരോഗതിയുടെ പാത മനുഷ്യന്റെ മുമ്പിൽ വെട്ടിത്തുറന്നിട്ടുണ്ടെങ്കിലും മനുഷ്യന് സ്വസ്ഥതയോ സമാധാനവുമില്ലാതെ നിരാശയോടെ ജീവിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം കാണപ്പെടുന്നത്. We are living in a special time. Even though the way of development is open before man, man is filled with sorrow and pain and is living a life of torment. വിജ്ഞാനപരമായും ശാസ്ത്രീയവും സാമ്പത്തികമായും മനുഷ്യൻ ഉയർച്ചയിലെത്തിയിരിക്കുന്നുവെങ്കിലും മനുഷ്യന്റെ ജീവിതത്തിൽ വ്യക്തിപരമായോ കുടുംബമായോ സമാധാനമോ സ്വസ്ഥതയോ അനുഭവിപ്പാൻ കഴിയുന്നില്ല. Even though there are many scientific advances and many technological advancements, man in his own personal life and family life is not able to find any sort of peace. സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത ഒരു ലോകത്തിലാകുന്നു ഞാനും നിങ്ങളും പാർക്കുന്നത്. We are living in a world which does not give us any comfort or rest. എന്നാൽ നാം വായിച്ച തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ, but when we examine the word of God that we read, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. Looking unto Jesus, the author and finisher of our faith. വിശുദ്ധ പൗലോസിന്റെ വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. These are the words of Saint Paul which we read. അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠനും സഭാ ചരിത്രത്തിൽ തലയുയർത്തി നിൽക്കുന്ന വിശുദ്ധ പൗലോസ്. And he is the chiefest of the apostles and the greatest among the church forefathers. യഹൂദ വംശത്തിൽ നിന്നും ക്രിസ്ത്യാനിത്വം സ്വീകരിച്ച് എബ്രായ മലനാട്ടിൽ കടന്നു വന്ന് യഹൂദ ക്രിസ്ത്യാനികൾക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ,
And he who was of a Jew who was converted to Christianity, and he who was a member of the Hebrews, when he was writing to the Hebrew church, യേശുവിനെ നോക്കുക എന്നൊരു ഉപദേശമാണ് ഇവിടെ കൊടുക്കുന്നത്. he is giving an advice or a counsel to look unto Jesus. ഇന്ന് രാത്രിയിൽ ഈ ദേശത്തോടും കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോടുമുള്ള ദൈവത്തിന്റെ ആലോചന യേശുവിനെ നോക്കുക എന്നുള്ളതാണ്. And the counsel to the people of God who are gathered here and to the land is look unto Jesus. എന്തുകൊണ്ട് യേശുവിനെ നോക്കുക എന്നുള്ളൊരു ഉപദേശം ഈ ദേശത്തിന്റെ മധ്യേ പരിശുദ്ധാത്മാവ് പറയുന്നു? Why is the Holy Spirit giving this advice to the land to look unto Jesus? ലോകത്തിൽ അനേകർ ജനിച്ചിട്ടുണ്ട്, അവർ മരിച്ചിട്ടുണ്ട്, എന്നാൽ അവരെ പോലെയൊന്നുമല്ല യേശു ക്രിസ്തുവിന്റെ ജീവിതം. Many were born into this world, many passed away from this world, but the life of Jesus is uncomparable to any of these people. യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തയേശു അതേ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം ജനിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. And concerning Jesus, when St. Paul writes in the epistle to the 1 Corinthians chapter 15 verse 3, he was born according to the scriptures, he died according to the scriptures, and he was raised again according to the scriptures. എഴുതിയിരിക്കുന്നത് പോലെ ജനിച്ച, എഴുതിയിരിക്കുന്നത് പോലെ ജീവിച്ച, എഴുതിയിരിക്കുന്നത് പോലെ മരിച്ച്, എഴുതിയിരിക്കുന്നത് പോലെ ഉയർത്തെഴുന്നേറ്റതാണ് കർത്താവായ യേശു ക്രിസ്തു. Jesus was born and lived and he died and he was raised as it was written in the word of God. ലോകത്തിൽ അനേകർ ഉദയം ചെയ്തിട്ടുണ്ട്, ഭരണം നടത്തിയിട്ടുണ്ട്, അനേക പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മരണം കൊണ്ട് അവരുടെ ജീവിതമൊക്കെയും അവസാനിക്കുകയാണ്. Many arose in this world, many ruled and reigned in this world, many died and passed away from this world, but Jesus was unlike any of them. വലിയ പ്രവൃത്തികളൊക്കെ ലോകത്തിൽ കാഴ്ചവെച്ചുവെങ്കിലും മരണത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോകുന്ന എത്രയോ പേരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. They did many mighty and great deeds, but they had to face a defeat before death. എന്നാൽ യേശുക്രിസ്തുവിനെ നോക്കുക എന്ന് വിശുദ്ധ പൗലോസ് പറയുമ്പോൾ എന്താണ് അതിന്റെ രഹസ്യം? But when Paul says to look unto Jesus, what is the secret behind that? വിശുദ്ധ പൗലോസ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പൂർണ്ണമായി നമ്മൾ വായിച്ചു നോക്കുമ്പോൾ, ഒന്ന്, അവൻ ക്രൂശിനെ സഹിച്ചു. And when we were to read, and if you were to read the verse 2 in its entirety, we can see that he endured the cross. രണ്ട്, അവൻ ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. And secondly, we can see he is set down on the right hand of the throne of God. അതുകൊണ്ടാണ് യേശുവിനെ നോക്കുക എന്ന് പറയുന്നത്. And that is why St. Paul here gives emphasis to look unto Jesus. യേശു ക്രൂശിനെ സഹിച്ചു. He endured the cross. ക്രൂശീകരണം എന്ന് പറയുമ്പോൾ ഏറ്റവും ഹീനവും നികൃഷ്ടവും നീചമായ ഒരു മരണമാണ് ക്രൂശ് മരണം എന്ന് പറയുന്നത്. The death by crucifixion is the most heinous, the most terrible, and the worst of all deaths. മശിഹ ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശ് മരണമൊക്കെയും നിലനിന്നിരുന്നു. And the crucifixion, the death by crucifixion was even prevalent almost 1000 years before the birth of Jesus. ഈജിപ്തിലും പേർഷ്യയിലും ഗ്രീസിലുമൊക്കെ ക്രൂശ് മരണം നിലനിന്നിരുന്നു. ക്രൂശ് മരണം ശിക്ഷ മനുഷ്യന് കൊടുത്തിരുന്നു. In the kingdoms of Egyptian and Persian and Greece kingdoms, the punishment by crucifixion was very prevalent. അതിനേക്കാളും വലിയ ശിക്ഷകളൊക്കെയും ലോകത്തിൽ ഉണ്ടായിരുന്നു. And there were also greater punishments than crucifixion. എന്നാൽ യേശുക്രിസ്തു അനുഭവിച്ച ക്രൂശ് മരണം എന്ന് പറയുമ്പോൾ അത് വളരെ ത്യാഗത്തിന്റെയും കഷ്ടതയുടെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സഹനം അനുഭവിച്ചതാണ് യേശുക്രിസ്തു. But the crucifixion death which Jesus encountered or that he faced, it is the most painful, is the most heinous or the most terrible of all the deaths. അനേക ക്രൂര ശിക്ഷകൾ നടത്തിയ ഭരണകർത്താക്കന്മാർ ലോകത്തിൽ, ചക്രവർത്തിമാർ, രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. There were many cruel emperors who brought about many terrible or tormenting punishments. 1-ാം നൂറ്റാണ്ടിൽ റോമിനെ ഭരിച്ച ഭരണകർത്താവായിരുന്നു കലിഗുള. And Caligula was one of the emperors during the 1st century Roman Empire. അദ്ദേഹം വലിയ ശിക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കിയിരുന്നു. And he was one who brought about many terrible ways of punishment. ഒരു ദിവസം താൻ വലിയൊരു വിരുന്ന് നടത്തി. Once he conducted a great feast. വിരുന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ താൻ നട്ടഹസിച്ചാർത്തൊന്ന് ചിരിച്ചു. And he with mirth he laughed
allowed. ആളുകളൊക്കെ നോക്കി നിന്നു എന്താണ് സംഭവം. And all the people were looking unto him, what is happening? ചിരി കഴിഞ്ഞപ്പോൾ ചോദിച്ചു എന്താണ്. And after the laughter was over, they asked, what happened? എന്താണ് യജമാനനെ അങ്ങ് ചിരിച്ചത്? Why did you laugh? അപ്പോൾ പറഞ്ഞു എന്റെ വിരലൊന്ന് അനക്കിയാൽ. And he said, if I move my finger, ഈ കാണുന്ന എല്ലാവരുടെയും തലയൊക്കെ പോകും. all of your heads will be chopped off. അങ്ങനെ ഇരിക്കുമ്പോൾ തന്റെ ഏറ്റവും അധികം താൻ സ്നേഹിച്ചിരുന്ന തന്റെ സഹോദരി ഡ്രസ്സില്ല ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. At that time, Priscilla, his sister, whom he loved greatly, passed away. അദ്ദേഹം പറഞ്ഞു ഒരു വർഷം ഈ രാജ്യത്ത് ആരും ചിരിക്കാൻ പാടില്ല. And he gave a proclamation, for 1 year no one should laugh in my kingdom. അഥവാ ആരെങ്കിലും ചിരിച്ചാൽ അവന്റെ തല പോക്കാം. If anyone is laughing, his head will be taken away. വലിയ ശിക്ഷാ നിയമങ്ങളൊക്കെ നടത്തുന്ന ഭരണകർത്താക്കന്മാർ ലോകത്തിലുണ്ടായിരുന്നു. And there was such kings who brought about very cruel ways of punishments. ബ്രിട്ടീഷ് രാജാവായ ഹെൻറി എട്ടാമൻ And Henry VIII, the British monarch, അദ്ദേഹം ഏറ്റവും കൂടുതൽ ശിക്ഷാ നിയമങ്ങൾ മുൻപോട്ട് കൊണ്ടുവന്നയാളാണ്. he is the one who brought about the most number of punishments. ക്രൂരമായ കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ ജീവനോടെ വെള്ളത്തിനകത്ത് ദഹിപ്പിട്ട് അതെ പുഴുങ്ങി കൊല്ലുന്ന അനുഭവം. And they used to put a whole man in a big casket of water and boil him alive. അങ്ങനെ ക്രൂരമായ ശിക്ഷകളൊക്കെ ലോകത്തിൽ നടന്നുകൊണ്ടിരുന്നു. Such cruel punishments were brought about in this world. 16-17 നൂറ്റാണ്ടുകളിൽ മദ്യപിച്ചാടി നടക്കുന്നവർക്കും ശിക്ഷയുണ്ടായിരുന്നു. And even in the 16th and 17th century, the people who used to loiter around being drunkard, they also used to be served very severe forms of punishment. 16-17 നൂറ്റാണ്ടിൽ യൂറോപ്യൻ രാജ്യത്ത് മദ്യപിച്ച് ആടി നടക്കുന്ന ലെവലില്ലാതെ നടക്കുന്നവർക്ക് ശിക്ഷ കൊടുത്തു. Even in the 16th and 17th century, in the European countries, the people who were drunkards, they were given very severe forms of punishment. എന്താ ശിക്ഷ കൊടുത്തിരുന്നെന്ന് അറിയാമോ? Do you know what the punishment was? വലിയ ബീപ്പ. There was a big casket. അതിന്റെ ഒരു ഭാഗം തുറന്നിട്ട് തലയുടെ ഭാഗം മാത്രം വെട്ടിയിട്ട് തല ഇറക്കി വെക്കുകയാണ്. And they used to cut one end of it and they used to put him and put only the head outside of that big casket. എന്റെ കൈകൊണ്ട് താങ്ങാൻ വേണ്ടി രണ്ട് സൈഡിലും രണ്ട് ദ്വാരം ഇടും. And there will be 2 holes on either side to support it by hand. തല മാത്രം ബീപ്പയ്ക്ക് മുകളിൽ കാണും. And only the head will be outside. എന്നിട്ട് അതുകൊണ്ട് കിലോമീറ്റർ കണക്കിന് നടക്കണം. അതൊരു ശിക്ഷയായി. And he has to lift this big casket and walk about kilometers of ways. ഇന്ന് അങ്ങനെ ബീപ്പയും ചുമന്നുകൊണ്ട് നടക്കാൻ ഒരു ശിക്ഷാ നിയമം ഉണ്ടായിരുന്നെങ്കിൽ റോഡ് മുഴുവനും ബീപ്പ കുറ്റികളായിരുന്നു. And if there was such a rule nowadays on the road fully you can see such caskets. ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു നിയമം കൂടെ നമ്മുടെ കേരളത്തിൽ വന്നിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. I say it is good if such a form of punishment is brought about in Kerala. അനേക വലിയ ശിക്ഷാ നിയമങ്ങൾ ലോകത്തിൽ നടത്തിയിരുന്നു. Such severe forms of punishment were prevalent in those days. ഇന്ത്യയിലും യൂറോപ്പിലും ഒക്കെ ജലപരീക്ഷ നടത്തിയെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുക്കി കൊല്ലുക. And in India and in Europe there was a punishment of drowning in water. വലിയ കുറ്റങ്ങളൊക്കെ ചെയ്യുന്നവരെ വെള്ളത്തിൽ വലിയ കുടം കഴുത്തിൽ കെട്ടിയിട്ട് വെള്ളത്തിനകത്തേക്ക് തള്ളിയിട്ട് കൊല്ലുക. And people who did major crimes, there is a weight tied to the neck and then they will be dropped in water. അത് മാത്രമല്ല മുതലക്കുള ദിവസങ്ങള് പട്ടിണി ഇട്ടിരുന്ന മുതലയുടെ അടുക്കലേക്ക് കുറ്റവാളിയെ പിടിച്ച് തള്ളിയിടും. And this criminal will be brought and put into drops into ponds which are filled with hunger starved crocodiles. അങ്ങനെ അനേക ശിക്ഷകൾ ലോകത്തിൽ നടന്നു. Such punishments were prevalent. ധാരാളം കാര്യങ്ങൾ പറയുവാനുണ്ട്. There are many other things to say. എന്നാൽ ക്രൂശീകരണം എന്ന് പറയുന്നത് വലിയ ക്രൂരമായ കഠിനമായ പ്രാകൃതമായ ഒരു ശിക്ഷാ നിയമമായിരുന്നു ക്രൂശീകരണം. But crucifixion was the most terrible, the most painful and the most atrocious form of punishment. പ്രാരംഭ കാലയളവിൽ ക്രൂശ് എന്ന് പറയുമ്പോൾ ഒറ്റത്തടിയായിരുന്നു. ഒറ്റത്തടി. In the former days the cross was just one piece of wood. കുറ്റവാളിയെ ഒറ്റത്തടി നിവർത്തി നിർത്തി നാട്ടി നിർത്തിയിട്ട് അതിന് മേൽ കൈ മുകളിലോട്ട് വലിച്ചു കെട്ടി കാല് താഴോട്ടും വലിച്ചു കെട്ടി. And in the beginning days, the criminal used to be put on that one post of wood. His leg will be down, his hands will be raised to the top, and they'll be bound together. ദിവസങ്ങൾ അങ്ങനെ ജീവനോടെ ആ ക്രൂശിൽ കിടക്കണം. And they have to be alive and hang on the cross for days altogether. ഭാവനയിലേക്ക് ആ വിഷയം ഒന്ന് കൊണ്ടുവരണം. And you should bring that vision to your mind. ജീവനുള്ള ഒരു മനുഷ്യനെ
a man who is alive. കൈ മുകളിലോട്ട് വലിച്ചു കിട്ടുന്നു. His hands are bound together toward the top. കാല് താഴോട്ട് വലിച്ചു മുറുക്കി കിട്ടുന്നു. And his leg is bound tightly towards the bottom. ആ ക്രൂശ് ഭൂമിയിൽ കുഴിച്ചു വെക്കുകയാണ്. And this cross and this wooden piece of wood is put erect on the ground. ജീവനോടാണ് ഇതൊക്കെ ചെയ്യുന്നത്. This is done when the man is alive. എന്നാൽ ദിവസങ്ങളാൽ ആ ക്രൂശിൽ കിടക്കും. And this man has to hang on the cross for days altogether. വിശന്നും ദാഹിച്ചും being hungry and thirsty, മഴയും വെയിലും കൊണ്ട്, and enduring rain and sun. ക്രൂരമായ പക്ഷികളൊക്കെ ശരീരത്തിൽ കുത്തി മാംസങ്ങൾ വലിച്ചെടുക്കും. And these birds will come and peck on his flesh. വിഷമുള്ള പ്രാണികളൊക്കെ കുത്തും. And the poisonous insects will come and bite him. അങ്ങനെ ഹീനമായ മരണം കൈവരിക്കുന്നതാണ് ക്രൂശ്. Such a heinous form of death. എന്നാൽ നമ്മുടെ യേശുവിനെ കുറിച്ച് പറയുന്നു. But when we consider about Jesus, എന്തുകൊണ്ടാണ് ഈ ശിക്ഷാ നിയമങ്ങളൊക്കെ നടപ്പിലാക്കിയത്? why was this punishment brought about? മനുഷ്യൻ ഇനി തെറ്റുകൾ ആവർത്തിക്കരുത്. Man should not repeat the mistake that he did. എന്നാൽ യേശുവിനെ കുറിച്ച് പറയുന്ന അവൻ ക്രൂശിനെ സഹിച്ചു. But concerning Jesus it is mentioned, he endured the cross. യേശുവിനെ നോക്കുക, അവൻ ക്രൂശിനെ സഹിച്ചു. Look unto Jesus because he endured the cross. യേശു അനുഭവിച്ച ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും അനുഭവം പഠിക്കുമ്പോൾ, യേശുവിന്റെ ക്രൂശ് എന്ന് പഠിക്കുമ്പോൾ, ഒന്ന് അവൻ സഹിച്ച ക്രൂശ്. And when we study about the sacrificial life of Jesus, one is the thing that he endured, which is the cross. രണ്ട്, യേശു വഹിച്ച ക്രൂശ്. Second is the cross which he bore. മൂന്ന്, യേശു വിജയം കൈവരിച്ച ക്രൂശ്. And thirdly, the cross on which he hanged. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, യേശുവിനെ നോക്കുവീൻ. And that's why St. Paul says, look unto Jesus. അവൻ സഹിച്ച ക്രൂശ്. And there is a cross which he endured or suffered. യേശു എന്താണ് സഹിച്ചത്? What did Jesus suffer? യേശു ഒന്ന് ശരീരത്തിൽ സഹിച്ചു. One, Jesus suffered on his body. വിശുദ്ധ ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ പ്രവാചകനായ യെശയ്യാവ് പറയുന്നു. And Isaiah says in the Bible, യെശയ്യാ പ്രവചനം 53ന്റെ 5ാം വാക്യം വായിക്കുമ്പോൾ, when we read Isaiah 53 verse 5, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ തകർന്ന് മുറിവേറ്റിരിക്കുന്നു. and he was wounded for our transgressions. നമ്മുടെ യേശു ശരീരത്തിലാണ് സഹിച്ചത്. Firstly, he endured, he suffered in his body. നമ്മുടെ യേശു ശരീരത്തിൽ മുറിവേറ്റ്. And he endured and he was hurt in his body. യേശു ഏറ്റ മുറിവുകളെ കുറിച്ച് പഠിക്കുമ്പോൾ മീഖാ പ്രവചനം 5ാം അധ്യായം 1ാം വാക്യത്തിൽ, in Micah chapter 5 verse 1, it is mentioned about the hurts of Jesus. ആ ഇസ്രായേലിന്റെ അധിപതിയെ അവർ വടികൊണ്ടടിച്ചു മുറിവേൽപ്പിക്കും. And they beat upon him who is the ruler of Israel. അപ്പോൾ യേശുവിനെ വടികൊണ്ടടിച്ചു മുറിവേൽപ്പിച്ചു. And they beat him with a rod, he who was the ruler of Israel. അടുത്തത് മത്തായിയുടെ സുവിശേഷം 27ന്റെ 26ാം വാക്യം വായിക്കുമ്പോൾ, When we read Matthew 27 verse 25, അവനെ ചമ്മട്ടി കൊണ്ട് അടിച്ചു മുറിവേൽപ്പിച്ചു. they hurt him with whips. കുതിരയുടെ തോൽവാറുകൾ 7ആയി പിന്നിയെടുത്തിട്ട്, and separating the leather of horse skin into 7 stripes, അസ്ഥികഷ്ണങ്ങളും ചൂണ്ടയും ഒക്കെ അതിൽ കെട്ടിയിട്ട് അതുകൊണ്ട് അടിച്ചു. and they will tie pieces of bone and hooks at the end of the stripes and beat him with that whip. ചമ്മട്ടി കൊണ്ട് അടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. It is mentioned they beat him with whips. വായിച്ചാട്ടെ മീഖാ പ്രവചനം 5ന്റെ 1, അവർ ഇസ്രായേലിന്റെ അധിപതിയെ വടി കൊണ്ട് അടിച്ചു. Micah 5:1. ഇസ്രായേലിന്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്തടിക്കുന്നു. യേശുവിനെ അവർ വടി കൊണ്ട് അടിച്ചു മുറിവേൽപ്പിച്ചു. And they beat him with a rod upon the cheek. അടുത്തത് മത്തായിയുടെ സുവിശേഷം 27ന്റെ 26ാം വാക്യം വായിക്കുമ്പോൾ, When we read Matthew 27:26, അവനെ ചമ്മട്ടി കൊണ്ട് അടിച്ചു മുറിവേൽപ്പിച്ചു. and they scourged him with a whip. അങ്ങനെ അവൻ ബറബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ചു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിച്ചു മുറിവേൽപ്പിച്ചു. And they hurt him with whips. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27ന്റെ 29 വായിക്കുമ്പോൾ, When we read Matthew 27:29, അവിടെ എഴുതിയിരിക്കുന്ന അവനെ മുള്ളുകൊണ്ട് തലയിൽ ഒരു കിരീടമുണ്ടാക്കി തലയിൽ വെച്ച് അടിച്ചു മുറിവേൽപ്പിച്ചു. and they placed a crown of thorns upon his head and beat upon the head of Jesus. മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു. വലങ്കയിൽ ഒരു കോലും കൊടുത്ത് അവന്റെ മുൻപിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് യേശുവിന്റെ തലയിൽ അല്ലെ മുൾക്കിരീടം വെച്ച് മുള്ളുകൊണ്ട് മുറിവേൽപ്പിച്ചു. And they hurt the head of Jesus with thorns. ആണി കൊണ്ട് അവന്റെ കൈകാലുകളിൽ മുറിവേൽപ്പിച്ചു. And they hurt the hands and feet of Jesus with nails. സങ്കീർത്തനം 22ന്റെ 6ാം വാക്യത്തിൽ അങ്ങനെ വായിക്കുമ്പോൾ, When we read like so in Psalm 22 verse 6, യോഹന്നാന്റെ സുവിശേഷം 19ാം അധ്യായം അതിന്റെ 34ാം വാക്യത്തിൽ, യേശു ക്രൂശിൽ കിടക്കുമ്പോൾ മരണം ഉറപ്പാക്കുവാൻ വേണ്ടി ഒരു പടയാളി യേശുവിന്റെ വിലാപ്പുറത്തേക്ക് ഒരു കുന്തമെടുത്ത് കുത്തി മുറിവേൽപ്പിച്ചു.
മുറിവേൽപ്പിക്കുക. And in John 19:34 we see a soldier, in order to confirm the death of Jesus, he took a spear and stabbed on the breast of Jesus. ഇതെല്ലാം യേശു സഹിച്ചത് ശരീരത്തിലായിരുന്നു. All this Jesus endured in his body. യേശുവിനെ നോക്കുവീൻ. Look unto Jesus. അവൻ സഹിച്ച ക്രൂശ്. There is a cross which he suffered. അവൻ ശരീരത്തിൽ സഹിച്ചു. He endured on the body. അടുത്തത് അവൻ പ്രാണനിൽ സഹിച്ചു. Secondly, he endured in his soul. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53ന്റെ 10ാം വാക്യം വായിക്കുമ്പോൾ, When we read Isaiah 53 verse 10, യെശയ്യാ പ്രവചനം 53ന്റെ 10ാം വാക്യം വായിക്കുമ്പോൾ അവന്റെ പ്രാണൻ അകൃത്യയാഗമായി തീർന്നു. and we can see he became a propitiation for our sins in his soul. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ്സ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ പ്രാണൻ അകൃത്യയാഗമായി തീർന്നു. And his soul became an offering for sin. എന്ന് പറഞ്ഞാൽ പ്രാണന് അതെ ആ മുറിവേൽക്കുകയാണ്. Means his soul was getting that hurt. യേശു പ്രാണനിൽ സഹിക്കുകയാണ്. He is enduring in his soul. അവൻ ക്രൂശിനെ സഹിച്ചെന്ന് പറയുമ്പോൾ യേശു ശരീരത്തിൽ സഹിച്ചു. Means enduring the cross means firstly he endured in his body. യേശു പ്രാണനിൽ സഹിച്ചു. Secondly he is enduring in his soul. ദൈവമക്കളെ ശ്രദ്ധിക്കണമേ, യേശു പ്രാണനിൽ സഹിച്ചെന്ന് പറയുമ്പോൾ അവന്റെ പ്രാണൻ അകൃത്യയാഗമായി തീർന്നെന്ന് എഴുതിയിരിക്കുന്നു. Meaning to say his soul became an offering for sin. യേശുവിന്റെ പ്രാണൻ അകൃത്യയാഗമായി തീർന്നു. The soul of Jesus became the offering of sin. അകൃത്യയാഗത്തിന് ഒരു മൃഗത്തെ എങ്ങനെയാണ് യാഗപീഠത്തിങ്കിലേക്ക് കൊണ്ടുപോകുന്നു, അതുപോലെ ആയിരുന്നു യേശുവിനെ അതേ ക്രൂശിലേക്ക് കൊണ്ടുപോയി. And as an animal is brought unto the altar for the offering of a sin offering, Jesus was brought to Calvary in the like manner. യേശുവിന്റെ പ്രാണൻ അതെ അവൻ പ്രാണനിൽ സഹിക്കുകയാണ്. അകൃത്യയാഗത്തിന് ഒരു മൃഗത്തെ കൊണ്ടുപോകുന്നത് പോലെ യേശുവിനെ വലിച്ചു കൊണ്ടുപോകുകയാണ്. അവൻ വീണ്ടും എഴുന്നേറ്റ് ക്രൂശ് ചുമന്ന് കാൽവറിയിലേക്ക് പോകുകയാണ്. Jesus is dragged to Golgotha. When he fell, he was made to stand up. He is bearing the cross and he was dragged. As an animal is brought to the altar for a sin offering, the soul of Jesus became an offering for sin. അടുത്തത് യേശു ആത്മാവിൽ സഹിച്ചു. Thirdly, Jesus suffered in his spirit. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 14ാം അധ്യായം 34ാം വാക്യം വായിക്കുമ്പോൾ, when we read Mark 14:34, എന്റെ ഉള്ളം മരണവേദന കൊണ്ട് അതിദുഃഖിതമായിരിക്കുന്നുവെന്ന് യേശു പറയുന്നു. and Jesus said, my spirit is very sorrowful within me. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. യേശു പറയുകയാണ് എന്റെ ഉള്ളം എന്ന് പറയുന്നത് POC ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് എന്റെ ആത്മാവ് മരണവേദന കൊണ്ട് അതിദുഃഖിതമായിരിക്കുന്ന POC ബൈബിളിൽ കൊടുത്തിരിക്കുന്നു. In the Roman Catholic Bible it is mentioned, my spirit is exceeding sorrowful unto death. അപ്പോൾ യേശു സഹിച്ച ക്രൂശ് എന്ന് പറയുമ്പോൾ, ഒന്ന് യേശു ശരീരത്തിൽ സഹിച്ചു, രണ്ട് അവൻ പ്രാണനിൽ സഹിച്ചു, മൂന്ന് യേശു ആത്മാവിൽ സഹിച്ചു. And when we say Jesus endured the cross, firstly he suffered in his body, secondly he suffered it in his soul, thirdly he suffered it in his spirit. ഇതുപോലെ സഹിച്ച ഒരു മനുഷ്യൻ ഈ ഭൂമണ്ഡലത്തിലില്ല. There was no other person who suffered all these punishments like Jesus in this world. അതുകൊണ്ടാണ് യേശുവിനെ നോക്കണമെന്ന് പറഞ്ഞത്. That is why they say, look unto Jesus. ഇതുപോലെ ജീവിതത്തിൽ കഷ്ടം സഹിച്ച ഒരുവനില്ല. There is no other man who endured so much pain like Jesus. യേശു തന്റെ സ്വന്തം ശരീരത്തിൽ മുറിവേൽക്കുകയാണ്. Jesus is being bruised in his own body. യേശുവിന്റെ പ്രാണൻ അകൃത്യയാഗമായി തീരുകയാണ്. And the soul of Jesus became an offering of sin. യേശു ആത്മാവിൽ സഹിക്കുകയാണ്. And Jesus is suffering in his spirit. എന്തിനു വേണ്ടിയായിരുന്നു? Why? എനിക്കും നിങ്ങൾക്കും For വേണ്ടിയായിരുന്നു. me and for your sakes. ബ്രിട്ടീഷ് കിരീടാവകാശി And the crown prince of England, വിൻഡസ്ലി Prabhu, അദ്ദേഹം ഒരിക്കല് യുദ്ധത്തിൽ മുറിവേറ്റ പട്ടാളക്കാരെ കാണാൻ വേണ്ടി താൻ ഹോസ്പിറ്റലിൽ സന്ദർശിച്ചു. and once he visited a hospital to see the soldiers who were hurt during the war. ഏതാണ്ട് 36 പട്ടാളക്കാർക്ക് കഠിനമായി മുറിവേറ്റു. And 36 soldiers were wounded very severely. എന്നാൽ ഇവരെ ഓരോരുത്തരെയും കാണാൻ വേണ്ടി വിൻഡസ്ലി പ്രഭു ആ ഹോസ്പിറ്റലിൽ സന്ദർശിക്കുക. And Winnesley Prabhu went to see the hospitals to see these soldiers. എന്നാൽ 31 പേരെ സന്ദർശിച്ചു. He visited 31 of them. മുറിവേറ്റ 31 പേരെ. And 31 of those wounded soldiers. അടുത്തത് അദ്ദേഹം ചോദിച്ചു, എത്ര പേരാണ് മുറിവേറ്റത്?
And he asked how many were wounded. 36 പേര്. He said 36. എന്നാൽ 31 പേരെ എന്നെ കാണിച്ചുള്ളല്ലോ. But you only showed me 31 of them. ഇനി ഒരു 5 പേരും കൂടെ ഉണ്ട്. He said there are 5 more remaining. അവരെ അങ്ങേക്ക് കാണാനൊക്കത്തില്ല. And they said you cannot see them. അദ്ദേഹം പറഞ്ഞു, He said എനിക്ക് അവരെ കാണണം. I have to see them. അദ്ദേഹം നിർബന്ധിക്കുവാൻ തുടങ്ങി. And he insisted. നിർബന്ധപ്രകാരം 4 പേരെ കൂടെ കാണിച്ചു. And on his insisting, 4 other people were shown. അവരെല്ലാം കഠിനമായി മുറിവേറ്റതും മരണത്തോട് മല്ലടിക്കുന്നവരുമായിരുന്നു. They were most severely and gravely wounded, and they were fighting with death. അവരെല്ലാം കഠിനമായി മുറിവേറ്റവരായി. They were more grievously wounded. മരണത്തോട് മല്ലടിക്കുന്നവരായി. They were fighting with death. എന്നാൽ ഒരാളെ കാണാനുണ്ട്. And there is still one more person remaining. 35 പേരെയും കണ്ടു. He saw 35. ഒരാൾ എന്തിയെന്ന് അദ്ദേഹം ചോദിച്ചു. And he said, where is the remaining one? അവരെല്ലാം പറഞ്ഞു, അങ്ങേക്ക് അദ്ദേഹത്തെ കാണാനൊക്കത്തില്ല. And they said, no master, you cannot see him. അദ്ദേഹത്തെ കാണാൻ പറ്റത്തില്ല. No, you cannot see him. പ്രഭു പറഞ്ഞു, ഇല്ല, എനിക്ക് കണ്ടേ പറ്റൂ. He said, no, I have to see him. എനിക്ക് കണ്ടേ പറ്റൂ. I have to see him. നിർബന്ധം മൂലം. And because of his insisting, കാണുവാനായിട്ട് he went to see that one ഒരു person. മാംസപിണ്ഡം മാത്രമേ ഉള്ളൂ. Only a piece of ഒരു flesh തുണിക്കഷണത്തിൽ പൊതിഞ്ഞു വെച്ചിരിക്കുക. wrapped in swaddles of clothes. ശരീരാവയവങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. He lost all the organs. ജീവന്റെ ചെറിയൊരു തുടുപ്പ് മാത്രമേ ഉള്ളൂ. Only a small figment of life. ഈ വിണ്ടസ്ലി പ്രഭു അദ്ദേഹത്തെ കണ്ടപ്പോൾ And when this man saw him, കെട്ടിപ്പിടിച്ച് he hugged him മാറോടണച്ച് and embraced him. കരയാൻ തുടങ്ങി. He started to cry. എന്താ കരഞ്ഞതെന്നറിയാമോ? Do you know what he cried നീ for? എനിക്ക് വേണ്ടി മുറിവേറ്റു. You who were hurt for നീ me. എനിക്ക് വേണ്ടി മുറിവേറ്റു. You were hurt for നീ me. എനിക്ക് വേണ്ടി മുറിവേറ്റു. For my sake you were hurt. മണിക്കൂറുകൾ അദ്ദേഹം അവിടെ നിന്ന് കരയുക. And he cried over there for അവർ hours. അദ്ദേഹത്തെ നിർബന്ധിച്ചു പുറത്തേക്ക് പോകുക. And they insisted him to go out. ഇല്ല, ഇവൻ എനിക്ക് വേണ്ടിയാ മുറിവേറ്റു. No, he was hurt for my sake. ഇതാണ് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ നടന്നത്. This is what happened 2000 years ago on Calvary. കണ്ടാലാണെന്ന് തോന്നുമാറുമാർ യേശു ക്രിസ്തു അതേ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. And Jesus endured in such a manner that we cannot count him as a ആ man. യേശുവിനെ ഇന്ന് രാത്രി നീ ഒന്ന് കാണുമോ? Look at that Jesus who suffered for you. ഒരിക്കലൊരു സ്ഥലത്ത് യേശുവിന്റെ ക്രൂശീകരണം ഒരു സിനിമാ പ്രദർശനം നടത്തി, ഫിലിം പ്രദർശനം. And there was a portrayal of the cinema which showed the crucifixion or the passion of Jesus. യേശുവിനെ അടിക്കുന്ന രംഗം കണ്ടപ്പോൾ അനേകരിരുന്ന് കരയാൻ തുടങ്ങി. And when they showed the portrayal of Jesus being scourged, many started to weep. അനേകരിരുന്ന് കരയുക. Many are weeping. അവരെല്ലാം വിളിച്ചു പറയുന്നു, ഇനി ആ യേശുവിനെ അടിക്കരുത്. And they started to cry out, please stop beating him. ഇനി ആ യേശുവിനെ അടിക്കരുത്. Stop beating Jesus. അവർ വിളിച്ചു പറയുന്നു, ഇനി ആ യേശുവിനെ അടിക്കരുത്. And they said, stop beating Jesus. അതൊരു അഭിനയമായിരുന്നു. That was an acting. അഭിനയം കണ്ടപ്പോൾ അനേകർ കരഞ്ഞെങ്കിൽ യേശു ക്രൂശിൽ അനുഭവിക്കുമായിരുന്നു. And if by seeing the acting many started weeping, what would have happened when the reality took place? അഭിനയം കണ്ടപ്പോൾ അനേകരിരുന്ന് കരഞ്ഞെങ്കിൽ അനുഭവിച്ച യേശുവിനെ നോക്കി എത്ര പേർ കരയും? When such people weep looking at the acting, how many people would have wept seeing the reality of Jesus' ആ beating? ക്രൂശിനെ നമുക്കൊന്ന് നോക്കാം. Shall we look at the cross of Jesus? നമുക്കൊന്ന് നോക്കാം. Shall we look at the one who is ആ bruised? യേശുവിനെ നമുക്ക് നോക്കാം. Shall we look at that Jesus? പൗലോസ് വിളിച്ചു പറയുന്നു, And Paul is shouting for, യേശുവിനെ നോക്കുവിൻ. look unto Jesus. യേശു ക്രൂശിനെ സഹിച്ചു. Jesus endured that cross. അവൻ ശരീരത്തിൽ സഹിച്ചു. He suffered in his body. പ്രാണനിൽ സഹിച്ചു. He suffered in his soul. ആത്മാവിൽ സഹിച്ചു. He suffered in his spirit. ഇതുപോലെ മാനവജാതിക്ക് വേണ്ടി സഹിച്ച ഒരുവൻ ഈ ലോകത്തിൽ ഈ ഭൂമണ്ഡലത്തിൽ ആരും വന്നിട്ടില്ല. And there is no one who is born in this world who suffered in a like manner for the whole of എത്ര പേർക്ക് mankind. ഹൃദയത്തിന്റെ ഉള്ളറയിൽ നിന്ന് അത് പറയാൻ കഴിയും? How many can tell that from the depths of your heart? പുറമേ ഒരു ഭാഷന് വേണ്ടി കൈ ഉയർത്തുകയല്ല. It is not just raising your hands outwardly. ഹൃദയത്തിന്റെ ഉള്ളറയിലേക്ക് യേശുവിന്റെ കാൽവറി ദർശനം പോകട്ടെ. And let the vision of Jesus Calvary enter in the depths of your heart. അടുത്തും അകലെയുമായിരുന്നു ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, All the ones who are listening to us from near and far, ഹൃദയത്തിന്റെ ഉള്ളറയിലേക്ക് ആ യേശുവിനെ സ്വീകരിക്കുമോ? you accept Jesus into the very depths of your ആ heart. യേശുവിനെ കാണുവാൻ കഴിയുന്നുണ്ടോ? Are you able to see that Jesus? വലതുകരം ഒന്ന് ഉയർന്നിരിക്കട്ടെ. And let your right hand be raised. മനുഷ്യന്റെ കരം മുമ്പിലല്ല, നിങ്ങൾ കരം You are not ഉയർത്തിയിരിക്കുന്നു. raising your hands before a man. ഉയരത്തിൽ ഒരുവനുണ്ട്. There is one who is നിന്റെ above. കരം കാണട്ടെ. Let him see your പറഞ്ഞാട്ട് hand. എനിക്ക് വേണ്ടി മുറിവേറ്റു. And just say, Jesus, you are bruised for my sake. യേശുവിനെ നോക്കുവീൻ. Look unto Jesus. നീ എനിക്ക് വേണ്ടി മുറിവേറ്റു. Oh Lord, you were hurt for my യേശുവേ, നീ sake. ശരീരത്തിൽ എനിക്ക് വേണ്ടി മുറിവേറ്റു. Jesus, you were hurt for my sake. കണ്ടാലാണെന്ന് തോന്നുമാർ നിന്റെ ശരീരം വിരൂപമാക്കപ്പെട്ടു. Oh Lord, your body was disfigured so that you were not a man. രാത്രി ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു. Lord, I firmly believe it tonight. ആ യേശുവേ, അങ്ങേ എനിക്ക് ആവശ്യം. Jesus, I need you. യേശുവേ, എനിക്ക് അങ്ങേ എനിക്ക് വേണം. Jesus, I need you. യേശുവേ, ഞാൻ നിനക്ക് പ്രാധാന്യം തരുന്നു. Jesus, I give you the prime importance.
ജീവിതത്തിലുള്ള എല്ലാ കാര്യത്തിലും മുഖ്യ സ്ഥാനം യേശുവേ നിനക്ക് തരുന്നു. I give you the most important position of my life to you, O Lord Jesus. സ്തുതികൾ ഉയരട്ടെ. Let praises shout forth. യേശു പ്രാണനിൽ സഹിച്ചു. Jesus suffered in his soul. അവന്റെ പ്രാണൻ അകൃത്യയാഗമായി തീർന്നു. His soul became an offering of sin. ഒരു മൃഗത്തെ യാഗപീഠത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ As an animal is brought to the altar, നമ്മുടെ യേശു വീണ്ടും എഴുന്നേറ്റും ക്രൂശും ചുമന്നുകൊണ്ട് കാൽവറിയിലേക്ക് നടക്കുകയാണ്. Jesus is falling and rising up on the way to Golgotha Calvary. നമ്മുടെ യേശു ആത്മാവിൽ സഹിക്കുകയാണ്. Jesus suffered in his spirit. എന്റെ നിങ്ങളുടെ വേദന അവൻ ഏറ്റെടുക്കുകയാണ്. He is taking our lamentation. രാത്രി യേശുവിനെ കാണുമോ? You see that Jesus tonight. യേശുവിനെ നോക്കുവിൻ. Look unto Jesus. ഹല്ലേലൂയ. Hallelujah. യേശുവിനെ നോക്കുവിൻ. Look unto Jesus. അവൻ ക്രൂശിനെ സഹിച്ചു. He endured the cross. അടുത്തത് യേശു ക്രൂശിനെ വഹിച്ചു. Secondly, he bore the cross. അവൻ ക്രൂശ് വഹിച്ചെന്ന് പറയുമ്പോൾ ക്രൂശ് ചുമന്നു. Means he carried that cross. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. John the Gospel chapter 19 verse 17. അവർ യേശുവിനെ കൈയേറ്റു. അവൻ താൻ തന്നെ ക്രൂശ് ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ അവൻ ക്രൂശ് ചുമന്നുകൊണ്ട് And he bearing his cross. ചുമക്കുക എന്ന് അവൻ വഹിച്ചു. ക്രൂശ് വഹിച്ചുകൊണ്ട് മുൻപോട്ട് Means carrying his cross he went forward. എങ്ങോട്ട് പോകുന്നു? കാൽവറിയിലേക്ക് പോകുന്നു. Where did he go? He went to Calvary. യേശു എന്താണ് നമ്മൾ ഈ ക്രൂശ് വഹിച്ചെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? What is the meaning that Jesus bore the cross? പല ക്രിസ്ത്യാനികൾക്കും അത് അറിഞ്ഞുകൂടും. Many Christians do not know the ഒരു truth. മാസത്തിന് മുമ്പ് യേശുവിന്റെ പീഡാനുഭവങ്ങളൊക്കെ ക്രൈസ്തവർ അവയെ ആഘോഷിച്ചവരാണ്. And Christians celebrated the passion of Jesus Christ almost a month before. എന്നാൽ യേശു വഹിച്ച ക്രൂശ് എന്ന് പറയുമ്പോൾ അത് എന്താണ് അതിന്റെ അർത്ഥം? But what is the meaning of the cross borne by Jesus? ഒന്ന്, സകല മാനവജാതിയുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കുന്നതിനെ കാണിച്ചു. Firstly, he bore the whole transgression of mankind. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ന്റെ 12-ാം വാക്യം വായിക്കാം. അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചു. And in Isaiah 53:12, he bore our sins. അനേകരുടെ പാപങ്ങൾ അവൻ വഹിച്ചു. യെശയ്യാ പ്രവചനം 53-ന്റെ 11-ഉം 12-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ Isaiah 53:11 and 12, he bore the sins of many. അനേകരുടെ പാപം എന്ന് പറയുമ്പോൾ ഇതുവരെയും ജനിച്ചിട്ടുള്ളവരുടെയും ഇനിയും ജനിക്കാനുള്ളവരുടെയും സകല മനുഷ്യന്റെയും പാപങ്ങളെ യേശു ചുമന്നൊഴുക്കിയാണ്. And when he says that he bore the sins of many, the sins of the people who were already born, the sins of the people who were going to be born, he bore the sin of all mankind. അവൻ പാപങ്ങളെ വഹിച്ചു. അവൻ അകൃത്യങ്ങളെ ചുമന്നു. He bore the iniquity, the transgression of sin. അടുത്തത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ യേശു ക്രൂശ് ചുമന്നു വഹിച്ചു എന്ന് പറയുമ്പോൾ സകല മാനവജാതിയുടെയും വ്യാധി അവൻ ചുമന്നു, രോഗം. And in Matthew chapter 8 verse 11 it is mentioned that he bore all the sickness of mankind. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു. വ്യാധികളെ ചുമന്നു എന്ന്. അവൻ വ്യാധികളെ ചുമന്നു. And he bare our sickness, verse 17. യേശു ക്രിസ്തു വഹിച്ച ക്രൂശ് എന്ന് പറയുമ്പോൾ So when we mention about the cross which was borne by Jesus, ഒന്ന്, നമ്മുടെ എല്ലാ പാപങ്ങളെ അവൻ വഹിച്ചു. firstly he bore all our sins. രണ്ട്, അവൻ നമ്മുടെ വ്യാധികളെ രോഗങ്ങളെ അവൻ ചുമന്നു. Secondly, he bore all our sicknesses. ഇന്ന് നാം നോക്കിയാൽ മനുഷ്യൻ രോഗികളാണ്. Nowadays all men are sick. എവിടെ നോക്കിയാലും മനുഷ്യന് രോഗമാണ്. Everywhere we look, everyone is sick. 5 വയസ്സുള്ള കുഞ്ഞിന് ഡയബറ്റീസ് 470 ആണ്. Even a 5-year-old child is having a diabetic measure of 470. 12 വയസ്സുള്ള സൂര്യനെ പോലെ മുഖമുള്ള ഒരു കുഞ്ഞിന് അത് ലിവറിൽ ക്യാൻസറാണ്. And a 12-year-old young lad, he is having cancer in his liver. അടുത്തിടയിൽ ഒരു കുഞ്ഞിനെ എന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. Very recently a child was brought to me for അവന്റെ prayer. മുഖം കണ്ടാൽ സൂര്യനെ പോലെ ശോഭയുള്ളൂ. His face was very radiant. 12 വയസ്സേ ഉള്ളൂ. He was only 12 years old. ലിവറിൽ ക്യാൻസറാണ്. But yet he has cancer in his മനുഷ്യൻ liver. എവിടെ നോക്കിയാലും മനുഷ്യൻ രോഗികളാണ്. Wherever you look, man is sick everywhere. 2010 ആണ്ടോടുകൂടെ സകല മനുഷ്യനും ആരോഗ്യമെന്നാണ് വൈദ്യശാസ്ത്രം മുദ്രാവാക്യം മുഴക്കിയത്. And science told by 2010, they proclaimed all men will be healthy.
സകല മനുഷ്യനും ആരോഗ്യം. Every man will be healthy. എന്നാൽ 2010 20 കഴിഞ്ഞ് 24 It became 2010, 2020, now 2024. മാരകമായ രോഗങ്ങൾ മനുഷ്യനെ കാർന്നു തിന്നുകയാണ്. Very grievous sicknesses yet to be seen by man. എന്നാൽ ഇന്ന് രാത്രി യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവപൈതലിന് പറയാൻ കഴിയും. But tonight a child of God who believes in the Lord Jesus can say affirmly, എന്റെ യേശു എന്റെ രോഗങ്ങളെ ചുമന്നു. my Jesus bore all my sickness. എത്ര പേർക്ക് അത് പറയാൻ കഴിയും? How many of you can say that? എന്റെ യേശു എന്റെ രോഗത്തെ ചുമന്നു. My Jesus bore my sickness. യേശുവിനെ നോക്കുവീൻ. Look unto Jesus. എന്തുകൊണ്ട് യേശുവിനെ നോക്കണം? Why we should look at Jesus? അവൻ ക്രൂശ് ചുമന്നു. Because he bore the cross. നമ്മുടെ അകൃത്യങ്ങളെ ചുമന്നു. He bore our iniquities. നമ്മുടെ രോഗങ്ങളെ അവൻ ചുമന്നു. He bore our sicknesses. വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തിയാട്ടെ. How many of you believe? Raise your hands. യേശു എന്റെ രോഗം ചുമന്നു. My Jesus bore my sickness. യേശു എന്റെ രോഗം ഏറ്റെടുത്തിരിക്കുന്നു. Yes, my Jesus has taken care of my sickness. ഞാൻ ഇന്ന് സ്വതന്ത്രനാണ്. Today you and I are independent. രാത്രി പറയണോ? And tonight you must confess. ശാസ്ത്രം നിന്നോട് എന്തു പറയുന്നു? No matter what science may say, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, പക്ഷെ നിങ്ങൾ പ്രാർത്ഥനയാണ് നല്ലത്. the medical science will say we might do something, but prayer is important. ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നു, But tonight we say, യേശു സൗഖ്യമാക്കുന്നവൻ. Jesus is a healer. നല്ല വൈദ്യൻ നമ്മുടെ മധ്യേ കടന്നു The വന്നിട്ടുണ്ട്. good physician is in our midst. യേശു നമ്മുടെ മധ്യയുണ്ട്. Jesus is in our midst. എത്ര പേർ വിശ്വസിക്കുന്നു? How many of you believe? യേശു എന്റെ വ്യാധി ചുമന്നു. Jesus bore my sickness. യേശു എന്നെ സൗഖ്യമാക്കും. Jesus has already healed me. ഞാൻ വിശ്വസിക്കുന്നു. I believe. ലറ്റീഷ്യ അഭയവർദ്ധന എന്ന് പറയുന്ന ബുദ്ധമത ഒരു വിശ്വാസി. Letitia Avavarthana, a believer in the religion of Buddhism. ജന്മനാൽ ബുദ്ധമത വിശ്വാസിയാണ്. He is a believer of Buddha by birth. ജനിച്ചപ്പോഴേ മാതാപിതാക്കൾ ബുദ്ധമത വിശ്വാസികളായി. His parents were already believers of the Buddhism. ആ ആചാരപ്രകാരം ഈ കുട്ടി വളർന്നു വരികയാണ്. And so this child has been brought up in those traditions. എന്നാൽ അങ്ങനെയുള്ള ആചാരപ്രകാരം ഒക്കെ മുൻപോട്ട് വളർന്നു വന്നുവെങ്കിലും അതെല്ലാം പഠിക്കുക, അതിൻ പ്രകാരം അതിൻ ചടങ്ങെല്ലാം ചെയ്ത് ആ ബുദ്ധമത വിശ്വാസത്തിന്റെ എല്ലാ പ്രമാണങ്ങളും ആചാരങ്ങളും അനുസരിച്ച് ജീവിച്ചു പോരുകയാണ്. And he is living and is conducting his life and in all manners according to the traditions and customs of Buddhism. എന്നാൽ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതായി. But there was no peace and rest and in the life of this girl. എവിടെ കിട്ടും സ്വസ്ഥത സമാധാനം എന്നിങ്ങനെ അലഞ്ഞു. She was roaming around and seeking of peace and rest. പെട്ടെന്ന് മാരകമായ രോഗം അതിനെ കടന്നു പിടിച്ചു. Suddenly a grievous illness caught hold of her. ഉദര സംബന്ധമായ ഒരു രോഗം അതിനെ കടന്നു പിടിച്ചു. A grievous sickness in her body. വളരെ കഷ്ടത്തിലായി. She became very grievously ill. ആശ്രയിച്ചു. She trusted in many physicians. സൗഖ്യം കിട്ടിയില്ല. No healing. അവസാനം റേഡിയോയിലൂടെ ഒരു ശബ്ദം കേട്ടു. Once she heard a voice in the radio. റേഡിയോയിലൂടെ സുവിശേഷം കേൾക്കുകയും. She heard the gospel through the medium of radio. യേശു നിന്നെ സൗഖ്യമാക്കും. Jesus will heal you. രോഗമുള്ള സ്ഥലത്ത് നീ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. They said, place your hand upon the area of sickness and he prayed. പെൺകുട്ടി തന്റെ രോഗമുള്ള സ്ഥാനത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. She placed her hand on the area of sickness and she യേശുവേ prayed. ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. Yes, Jesus, I believe you. യേശുവേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. Jesus, I believe you. യേശുവേ എന്നെ സൗഖ്യമാക്കണം. Jesus, heal me. യേശു പൂർണ്ണമായി സൗഖ്യം കൊടുത്തു. At that very instant, Jesus healed her. ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് 6 മാസത്തിന് കഴിയുന്നതിന് മുമ്പ് ഒരു ബൈബിൾ ലഭിച്ചാൽ. And she said, if I were to get a Bible before 6 months, ഞാൻ യേശുവിന്റെ സാക്ഷിയായി തീരും. I will become a witness for Jesus. ആ പെൺകുട്ടി 6 മാസം തികയുന്നതിന് മുമ്പ് അതിനൊരു ബൈബിൾ ലഭിച്ചു. And before 6 months were over, she got a Bible. യേശുവിന്റെ സാക്ഷിയായി തീർന്നു. She became a testimony for Jesus. ദൈവകൽപ്പന അനുസരിച്ചു. She obeyed the commandments of God. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. She received the anointing of നമ്മുടെ the Holy Spirit. കൂട്ടായ്മയിലേക്ക് വന്നു. She joined our fellowship. മഹിമകണ്ഠ സാക്ഷികൾ എന്നുള്ള പുസ്തകത്തിൽ ആ ലറ്റീഷ്യ അഭയവർദ്ധനയുടെ സാക്ഷ്യം എഴുതിയിട്ടുണ്ട്. And we can see that testimony in the booklet of the witnesses who were. ഇന്ന് രാത്രി ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, All the people who are listening to our voice. ചിലപ്പോൾ ഈ ഉച്ചഭാഷണിയുടെ ശബ്ദത്തിലായിരിക്കും നീ ഇത് ശ്രമിക്കുന്നത്. You might be listening to our voice when you are sick. യേശു നിന്നെ സൗഖ്യമാക്കും. Jesus is healing you. യേശു വഹിച്ച ക്രൂശ്, The cross borne by Jesus. അവൻ വ്യാധികളെ വഹിച്ചു ചുമന്നു. He bore our sicknesses. ഗലാത്യലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ, When we read Galatians chapter 3 verse 13. യേശു വഹിച്ചു എന്ന്
എന്ന് പറയുമ്പോൾ അവൻ നമ്മുടെ ശാപങ്ങളെ വഹിക്കുകയായിരുന്നു. Jesus also bore our curses. യേശുവിനെ നോക്കുവീൻ. Look unto Jesus. യേശുവിനെ നോക്കാൻ പറയുന്നത് എന്തുകൊണ്ട്? Why is it said look unto Jesus? അവൻ ക്രൂശിനെ സഹിച്ചു. He bore the cross. അവൻ ക്രൂശിനെ ചുമന്നു. He carried the cross. യേശു ചുമന്നത് എന്താ? What did Jesus bear? ഒന്ന് നമ്മുടെ പാപങ്ങളെ അകൃത്യങ്ങളെ ചുമന്നു. First he bore our sins. രണ്ട് നമ്മുടെ വ്യാധികളെ ചുമന്നു. Secondly our infirmities. മൂന്ന് അവൻ നമ്മുടെ ശാപങ്ങളെ ചുമക്കുകയാണ്. Thirdly he is bearing our curses. ഗലാത്യലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ, When we read Galatians chapter 3 verse 13, വായിച്ചു കേൾപ്പിക്കാം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. Jesus being made a curse for us. യേശു നമ്മുടെ ശാപങ്ങളെല്ലാം ചുമന്നു. Jesus bore all our curses. മനുഷ്യന്റെ ശാപങ്ങളെല്ലാം യേശു ഏറ്റെടുത്തു. Means the curse of all mankind was taken by Jesus. യേശു ശാപം ഏറ്റെടുക്കും. മാനവജാതിയുടെ എല്ലാ ശാപം ഏറ്റെടുക്കുമെന്നുള്ളത് ബൈബിൾ പ്രവചനമാണ്. And it is the prophecy in the Bible that Jesus will take all the curses of every man. യേശു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവൻ വസ്ത്രം പോലെ ശാപം ധരിക്കും. And many years before the death of Jesus, it was told in the book of Psalms that he will wear curse like an apparel. 109-ാം സങ്കീർത്തനം 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, When we read Psalm 109 from verse 18 onwards, 109-ാം സങ്കീർത്തനം 18 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. shall we read? അവൻ വസ്ത്രം പോലെ ശാപം ധരിച്ചു. അവൻ വസ്ത്രം പോലെ ശാപം ധരിച്ചു. അത് വെള്ളം പോലെ അവന്റെ ഉള്ളിലും വെള്ളം പോലെ അവന്റെ ഉള്ളിലും എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും ചെന്നു. എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും ചെന്നു. അടുത്തത്, അത് അവന് പുതയ്ക്കുന്ന വസ്ത്രം പോലെയും അവന് പുതയ്ക്കുന്ന വസ്ത്രം പോലെയും നിത്യം അരയ്ക്ക് കെട്ടുന്ന കച്ച പോലെയും ഇരിക്കട്ടെ. അതാണ് നമ്മുടെ യേശു മാനവജാതിയുടെ എല്ലാം ശാപം ചുമന്നു. Jesus bore the curse of all mankind. ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. അവൻ വസ്ത്രം പോലെ ശാപം ധരിച്ചു. He wore the curse as a garment. അവന്റെ അസ്ഥികളിലേക്ക് അത് ചെന്നു. It went into his very bones. വെള്ളം പോലെ അവന്റെ ഉള്ളിലേക്ക് ചെന്നു ശാപം. It went like water into his bowels. എണ്ണ പോലെ അവന്റെ അസ്ഥികളിലേക്ക് ചെന്നു. It went like oil into his bones. യേശു മാനവജാതിയുടെ ശാപം ധരിക്കുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർത്തനക്കാരൻ പ്രവചിച്ചു വെച്ചിരിക്കുകയാണ്. And many years before it was prophesied by the psalmist that Jesus will bear all the curses of mankind. ദൈവകൽപ്പന ലംഘിച്ചവൻ ശാപത്തിന് യോഗ്യനായി തീർന്നു. Everyone who has transgressed the commandment of God is worthy of curse. എന്നാൽ തലമുറകളോളം ശാപം മനുഷ്യനെ കടന്നു പിടിച്ചിരുന്നു. But for generations altogether curses took hold of man. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നു, അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ മകന്റെ പല്ല് പുളിക്കുമോ? And it is said, when a father eats a sour grapes, will the teeth of the young child be sour? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31:29 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, When we read Jeremiah 31 verses 29 onwards, പിതാക്കന്മാർ ചെയ്യുന്ന അകൃത്യം തലമുറയോളം ശാപം നിലനിന്നിരുന്നു. means the curses of the fathers, that they were continuing for generations altogether. അതുകൊണ്ടാണ് മോവാബിനെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ 10ാം തലമുറ വരെ യഹോവയുടെ ആലയത്തിൽ പ്രവേശനമില്ല. And that is why concerning the children of Moab it is said, even unto the 10th generation they cannot enter into the tabernacle of God. അങ്ങനെ മനുഷ്യൻ ശപിക്കപ്പെട്ടവനായി തലമുറകൾ പിതാക്കന്മാരുടെ ശാപം അനുഭവിച്ചിരുന്നു. So man was cursed for generations altogether from the days of their fathers. എന്നാൽ 2000 വർഷങ്ങൾക്കപ്പുറം യേശു ക്രൂശും ചുമന്നുകൊണ്ട് കാൽവറി ക്രൂശിലേക്ക് പോയപ്പോൾ എന്റെയും നിങ്ങളുടെയും ശാപം അവൻ വസ്ത്രം പോലെ ധരിക്കുകയായിരുന്നു. But when Jesus went to Calvary bearing the cross for us, he was taking all our curses and putting upon himself as a garment. അവന്റെ ഉള്ളിലേക്ക് ആ ശാപം ചെല്ലുകയാണ്. And that curses is seeping into his own body. എണ്ണ പോലെ യേശുവിന്റെ അസ്ഥികളിലേക്ക് ആ ശാപം പകരപ്പെട്ടു. And that curses went into his bones like oil. എന്താണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്? അവൻ നമുക്ക് വേണ്ടി ശാപമാക്കപ്പെട്ടു. And in the epistle to the Galatians it is said, he became a curse for us. അപ്പോസ്തലനായ പൗലോസ് എന്തുകൊണ്ട് യഹൂദ ക്രിസ്ത്യാനികളോട് പറയുന്നു യേശുവിനെ നോക്കുവീനെന്ന്? And why is St. Paul telling to the Hebrews, look unto Jesus?
അവൻ ക്രൂശിനെ സഹിച്ചു. He endured the cross. അവൻ ക്രൂശിനെ ചുമന്നു. Secondly, he bore the അവൻ നമ്മുടെ cross. ശാപങ്ങളെ ചുമന്നു. He bore our curses. ആവർത്തന പുസ്തകം 23 5 വാക്യത്തിന്റെ അവസാന വാക്കിലേക്ക് വരുമ്പോൾ, When we read Deuteronomy 23 verse 5, നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ശാപം അനുഗ്രഹമാക്കി തീർത്തിരിക്കുന്നു. and because the Lord thy God, he loves thee, he has turned your cursing into a blessing. ഇന്ന് രാത്രി പ്രിയ ദൈവമൈതലേ പറയണം, എന്റെ ദൈവം ശാപത്തെ അനുഗ്രഹമാക്കി തീർത്തിരിക്കുക. Oh dear child of God, you must confess with your mouth this evening, my Lord has turned my curse into a blessing. ആ വാക്ക് മാത്രം ഒന്ന് വായിച്ചാട്ടെ. ആവർത്തന പുസ്തകം 23 5 വാക്യത്തിന്റെ അവസാന ഭാഗം. നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി നിന്റെ തീർത്തു. ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു. The Lord thy God turned the curse into a blessing for thee because the Lord thy God loved thee. എന്തുകൊണ്ടാണ് നിന്റെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു? Why is the Lord thy God loving thee? ഈ രാത്രി പറയണം, എന്റെ ദൈവം എന്നെ സ്നേഹിച്ചതുകൊണ്ട് എന്റെ ശാപങ്ങളെല്ലാം അവൻ ഏറ്റെടുത്തു. And tonight you confess, because the Lord my God is loving me, he has turned my curse into a ഇനി blessing. ഞാൻ ശപിക്കപ്പെട്ടവനല്ല. I am no longer accursed. ഇനി ആരും ശാപമുറിക്കാൻ നടക്കണ്ട. Now you need not find a remedy for your curse, യേശു എന്റെ ശാപങ്ങൾ ഏറ്റെടുത്തു. because Jesus has taken away my ഇന്ന് curse. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. From today onwards I am a blessed എത്ര person. പേർക്ക് പറയാൻ കഴിയോ? How many of you can say it? എന്റെ ശാപം എന്റെ അനുഗ്രഹമാക്കി ദൈവം തീർത്തിരിക്കുക. My Jesus has turned my curse into a blessing, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. because my Lord loves me, യേശു എന്നെ സ്നേഹിച്ച് ക്രൂശിൽ മരിച്ചു. because my Jesus loved me and died on the cross. കരമുയർത്തി ഹല്ലേലൂയ മുഴക്കിയാട്ടെ. Hallelujah. യേശു നമ്മുടെ ശാപങ്ങളെ അനുഗ്രഹമാക്കി തീർത്തു. Jesus turned our curse into a blessing. ഒരിക്കൽ ഒരു കൊച്ചൻ എന്റെ അടുക്ക് വന്ന് പറയുക, Once a small boy came to me and told me, അമ്മച്ചി എപ്പോഴും വായെടുത്താൽ എന്നെ അങ്ങ് ശപിക്കുക, നീ അങ്ങ് മുടിഞ്ഞു പോകൂടാ മുടിയടാ. my ammachi is always cursing me. You will be destroyed, you will be cursed, you will be like that and like this. ഇവൻ എന്റെ അടുക്ക് വന്ന് കുറച്ചു നേരം നിന്നിട്ട് കരയുക. And he is coming to me and he was crying. ഞാൻ ചോദിച്ചു, എന്താണ്? I said, what's the problem? ഞങ്ങളുടെ അമ്മച്ചി നാക്കെടുത്താൽ ഉടനെ നീ മുടിയോടാ, നീ മുടിഞ്ഞു പോകൂടാ. And my ammachi, whenever she opens her mouth, she says, you'll be accursed. ഞാൻ എന്റെ കയ്യെ പിടിച്ചിട്ട്, മോനെ കാക്ക പ്രാഗിയാൽ ആർക്കാ ഏക്കുന്നത്? And I told him, when a crow curses you, it will happen to whom? മോനെ സദൃശവാക്യത്തിൽ വചനമുണ്ട്, അത് മോൻ വായിക്കണമെന്ന് പറഞ്ഞു. And he said, there is a verse in Proverbs, you must read that verse. സദൃശവാക്യം 26 ഒരു വാക്യമുണ്ട്, കാരണം കൂടാതെ ശാപം ഫലിക്കത്തില്ല. And in Proverbs 26, there is a verse, without reason a curse will not come to pass. 26 2 വാക്യം എല്ലാരും ഒന്ന് എടുത്ത് വായിക്കണേ. കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. കാരണം കൂടാതെ ശാപം പറ്റത്തില്ല. So the curse causeless shall not come. ഇന്ന് രാത്രി പറയണം, ഞാൻ എന്റെ ശാപങ്ങളെല്ലാം യേശു ഏറ്റെടുത്തു. My curse is taken by Jesus. You say that tonight. ശാപങ്ങളെല്ലാം അനുഗ്രഹമാക്കി തീർത്തിരിക്കുന്നു. He has turned my curse into a blessing. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. You lift up your hands and praise God. ദൈവം എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട്, because my God loves me, ശാപം അനുഗ്രഹമാക്കി തീർത്തിരിക്കുന്നു. He has turned my curse into a blessing. ഒരു ശാപവും ഇല്ല. No longer curses. യേശുവിനെ നോക്കിയാൽ മതി. നീ You look unto Jesus. യേശുവിനെ നോക്കുവീ. Look unto Jesus. അവൻ ക്രൂശിനെ സഹിച്ചു. He endured the cross. അവൻ ക്രൂശിനെ ചുമന്നു. He bore the cross. അടുത്തത്, അവൻ ക്രൂശിൽ വിജയം കൈവരിച്ചു. And thirdly, he got victory on the cross. പൗലോസ് എന്തുകൊണ്ട് പറയുന്നു? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവീൻ. That's why St. Paul says, looking unto Jesus, the author and finisher of our faith. യേശു ക്രൂശിൽ വിജയം കൈവരിച്ചു. Jesus was victorious on the cross. യേശു വിജയം കൈവരിച്ച ക്രൂശ്, and it is the cross on which he was victorious. ലോകത്തിൽ അനേകർ ജനിച്ചിട്ടുണ്ട്, വലിയ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മരണത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ട് കല്ലറ കൊണ്ട് ഒതുങ്ങി തീർന്നു. Many people were born into this world. They did many great and mighty deeds, but before death they were defeated and they were shut up in graves. ലോകത്തിൽ എത്രയോ കല്ലറ പട്ടണങ്ങളുണ്ട്. There are many city graveyards. ലോകത്തിലുള്ള കല്ലറ പട്ടണങ്ങളെല്ലാം അടഞ്ഞു കിടക്കുക. All these city tombs are all shut. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലറയാണ് ലണ്ടനിൽ വെസ്റ്റ്മിനിസ്റ്റർ അബി എന്ന് പറയും. And Westminster Abbey is the biggest sepulchre in the world. ഇംഗ്ലണ്ട് രാജ്യത്തെ അടക്കി ഭരിച്ച അധികാരസ്ഥന്മാരുടെ കല്ലറ അവിടെയുണ്ട്. All the monarchs and the leaders who ruled over England, their bodies are there. ഈ ബൈബിൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്ത കിങ് ജെയിംസിന്റെ കല്ലറ അവിടെ വെസ്റ്റ്മിനിസ്റ്റർ അബിയിലുണ്ട്. And even the tomb of King James the fifth who translated the Bible into English, even his body is there. ആഫ്രിക്കയിൽ ഒരായുസ് മുഴുവനും സുവിശേഷ വേല ചെയ്ത ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന ദൈവഭക്തൻ ഒരായുസ് മുഴുവനും ആഫ്രിക്കയിൽ വനാന്തരത്തിൽ നരഭോജികളായ മനുഷ്യരെ സ്നേഹിച്ച്
അവരോട് സുവിശേഷം അറിയിച്ച് ഒരു കുടിലിൽ മുഴങ്കാലിൽ നിന്ന് മരിച്ച അദ്ദേഹത്തിന്റെ ശവശരീരം കൊണ്ടുപോയി അടക്കം ചെയ്തിരിക്കുന്നത് ലണ്ടനിലുള്ള വെസ്റ്റ്മിനിസ്റ്റർ അബിയിലാണ്. And David Livingstone, a missionary who ministered, who served God in Africa, among the tribals, among the cannibals, who died kneeling on his knees in a very small hut. Even his body is buried in this Westminster Abbey. ലോകത്തിലെ എത്രയോ കല്ലറകൾ അടഞ്ഞു കിടക്കുന്നു. So many tombs are all shut. എന്നാൽ യേശു കല്ലറ വിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. But our Jesus, he opened the grave and he arose. അവൻ ക്രൂശിൽ ജയോത്സവം കൊണ്ടായി. And he was victorious on the cross. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ, When we read Colossians chapter 2 verse 15, അവൻ ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി എന്ന് എഴുതിയിരിക്കുന്നു. it is mentioned he triumphed on the cross. വായിച്ചാട്ടെ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. And he triumphed over them on the cross of Calvary. ജയോത്സവം എന്ന് പറഞ്ഞാൽ എന്താ? What does mean overcoming? ഒരു രാജാവ് ശത്രു രാജ്യത്തിൽ ആക്രമിച്ച രാജ്യത്തെ കീഴ്പ്പെടുത്തി അവിടുത്തെ രാജാവിനെ കയ്യിൽ പിടിക്കുന്നു. Meaning to say, when a king, he overcomes or overthrows the enemy land and he captures their king. ആ ശത്രു രാജ്യത്തെ രാജാവിനെ കൊണ്ടുവന്ന് കുനിച്ചങ്ങോട്ട് നിർത്തും. And they will bring the enemy king and bow him before the king. ജയിച്ച രാജാവ് ഈ തോറ്റ രാജാവിന്റെ മുകളിലോട്ട് ചവിട്ടും. And the victorious king will stamp upon the king who is defeated. ചവിട്ടി കുതിരയുടെ മുകളിലോട്ട് കയറുന്നതിനാണ് ജയോത്സവം എന്ന് പറയുന്നത്. And standing upon the defeated king, he has to ride upon the horse. That is triumphing. ഇതാണ് ക്രൂശിൽ നടന്നത്. This is what happened on the cross. സാത്താന്റെ തലയെ തകർത്ത് യേശു ജയോത്സവം കൊണ്ടാടി. Jesus crushed the head of Satan and he triumphed. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ, ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. Hallelujah. യേശുവിനെ നോക്കുവീ. Look unto Jesus. എന്തുകൊണ്ട് യേശുവിനെ നോക്കണം? Why should we look at Jesus? അവൻ ക്രൂശിനെ സഹിച്ചു. He endured the cross. അവൻ ക്രൂശിനെ വഹിച്ചു. He bore the cross. അവൻ ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി. And he was victorious on the cross. അതുകൊണ്ട് യേശു പറയുകയാണ്, നിനക്കും വിജയിക്കാം. And that's why Jesus says, you too shall overcome. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്നവർക്കുള്ള ദൂതതാണ്. യേശു പറയുന്നു, നിങ്ങൾക്കും വിജയിക്കാം. And this is the message for all the people seated here. You too can overcome. ലോകത്തിൽ എത്രയോ ശക്തന്മാരായ മഹാന്മാർ എഴുതി വെച്ച പുസ്തകങ്ങളുണ്ട്. അവരൊക്കെ പറയുന്നു, നിങ്ങൾക്കും വിജയിക്കാം. And there are many mighty and great men in the world who wrote books in their books that you too can overcome. ലോകത്തിൽ ഏറ്റവും പ്രശസ്തി നേടിയ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം അദ്ദേഹം എഴുതിയിരിക്കുന്നു, നിങ്ങൾ വിടരുന്ന പൂൺമൊട്ടുകൾ എന്നുള്ള പുസ്തകത്തിൽ താൻ എഴുതിയിരിക്കുന്നു, യുവാക്കളെ നിങ്ങൾക്കും വിജയിക്കാം. And even our former president who passed away, Dr. APJ Abdul Kalam, even in his book he wrote, oh youth, you can also overcome. അതെ, നിങ്ങൾക്കും വിജയിക്കാം. You can also overcome. അദ്ദേഹം എന്താണ് പറയുന്നത്? What does he mean by that? ദൈവത്തിലുള്ള വിശ്വാസം എന്ന് അദ്ദേഹം പറഞ്ഞു. He said by the faith in God. മാത്രമല്ല, ശിഖര എന്ന് പറയുന്ന ഒരു പ്രൊഫസറുണ്ട്. And there is also a professor by the name of Shikhaira. അദ്ദേഹം അനേക പുസ്തകങ്ങൾ He എഴുതിയിട്ടുണ്ട്. wrote many books. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേരാണ് നിങ്ങൾക്കും വിജയിക്കാം. One of the books that he authored was called You Too Can Overcome. അദ്ദേഹത്തിന്റെ ഫോട്ടോയുണ്ട്, കൈ ഇങ്ങനെ ചൂണ്ടിപ്പിടി, നിങ്ങൾക്കും വിജയിക്കാം. And in his photo and the cover you can see him pointing at you and saying you too can overcome. അദ്ദേഹം എഴുതിയിരിക്കുന്ന ആ പുസ്തകത്തിന്റെ എല്ലാം കൂടെ ഉള്ളടക്കം ദൈവവിശ്വാസം. And even the main crux of the book that he wrote is the faith in God. ഇന്ന് രാത്രി പറയുന്നു, യേശു പറയുന്നു, നിനക്കും വിജയിക്കാം. That's why Jesus says you too can overcome. പരാജയപ്പെട്ട ജീവിതത്തിൽ നിന്ന് നിനക്കും വിജയമുണ്ട്. And even you who are defeated, you can also overcome. യേശു പറയാണ്, ഞാൻ ജയിച്ച് പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ ജയിക്കുന്നവൻ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരും. And that's why Jesus said, and he who overcomes can sit with me on my throne, even as I overcame and am set down with my Father on his throne. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്, ജയിക്കുന്നവന് എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. 3:21. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ചെന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ഇന്ന് രാത്രി യേശു പറയുകയാണ്, ജയിക്കുന്നവന്. And that's why Jesus says to him that overcometh. നിങ്ങൾക്കും വിജയിക്കാം. And you might be a defeated one.
പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോകുന്ന മനുഷ്യനെ നിങ്ങൾക്കും വിജയിക്കാം. Oh man who is in the and who is in the pit of failure, you can also overcome. മദ്യത്തിന് മയക്കുമരുന്നിനും അടിമയായിരിക്കുന്ന ലഹരിക്ക് അടിമയായിരിക്കുന്ന പ്രിയ യുവാവെ നിനക്കും വിജയിക്കാം. പരാജയത്തിൽ നിന്ന് വിജയമുണ്ട്. Oh dear youth who are addicted to liquor and to drugs, you too can overcome. ഇന്ന് രാത്രി പറയുന്നതിന്റെ രോഗത്തിൽ നിനക്ക് വിജയമുണ്ട്. അതേ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. If you believe on the Lord Jesus tonight, you can get a deliverance and overcome your sickness tonight. ജയിക്കുന്നവന് ഈ ഭൂമിയിൽ മാത്രമല്ല നിത്യതയിലും അനുഗ്രഹമാണ്. To him that overcometh, he will not only receive blessing on this earth, but he will receive blessing in eternity also. ജയിക്കുന്നവന് എന്റെ സിംഹാസനത്തിൽ ആരെങ്കിലും സിംഹാസനം കൊടുക്കുക അങ്ങനെ. And it said, and to him that overcometh will I grant him my throne. Will anyone give their throne like that? ഈ ബൈബിളിൽ മാത്രമല്ല നിങ്ങളുടെ എല്ലാവരുടെയും ബൈബിളിലും It is also mentioned in your Bible. അന്നെടുക്കുന്ന നല്ലതാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യം. That is what is mentioned in Revelation chapter 3 verse 21. ജയിക്കുന്നവന് And to him that overcometh എന്നോടുകൂടി സിംഹാസനത്തിൽ ഇരിക്കാൻ വരും. will I grant to sit with me on my throne. സിംഹാസനമൊന്നും ആർക്കും വിട്ടുകൊടുക്കരുത്. No one will give their thrones to another person. എന്നാൽ സിംഹാസനം യേശു പറയാ എന്റെ സിംഹാസനം നിങ്ങൾക്ക് തരാം. But Jesus is saying, I will give you my throne. നമുക്കറിയാം ഇന്ത്യ രാജ്യത്തെയൊക്കെ എത്രയോ നാട്ടുരാജാക്കന്മാർ ഭരിച്ചതാണ്. We see many provincial rulers who ruled over India. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സിംഹാസനത്തിന് പേരിൽ വലിയ പ്രശ്നങ്ങളായിരുന്നു. And they used to quarrel between one another for the sake of the throne. നിങ്ങൾക്കറിയാമോ അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയെ ആക്രമിക്കാൻ ചലം ചിനാബ് ദേശത്തേക്ക് കടന്നു വരികയാണ്. And when Alexander the Great he came to that area to capture India. ചലം ചിനാബ് ദേശത്തേക്ക് അലക്സാണ്ടർ ചക്രവർത്തി കടന്നു വരുമ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന രണ്ട് രാജാക്കന്മാർ തമ്മിൽ പോരായിരുന്നു. And when he came to the Tanab Chinab in order to capture India, the two provincial kings over there, they were quarreling one against the other. അംബി എന്ന് പറയുന്ന ഒരു രാജാവ് ഭരണം നടത്തിയിരുന്നു. There was a king by the name of Ambi. അടുത്തത് പോറസ് എന്ന് പറയുന്ന ഒരു രാജാവ് ഭരിച്ചു. And the other king was the name by the name of Porus. കുമാരൻ തമ്മിൽ എന്നും പ്രശ്നമാണ്. And these two are fighting amongst one another. സിംഹാസനത്തെ ചൊല്ലി ആ പ്രശ്നം. They are fighting for the throne. ഈ അംബി എന്ന് പറയുന്ന പേടിത്തൊണ്ടനാണ്. And this Ambi was a very fearful person. പോറസ് എന്ന് പറയുന്ന നല്ല ചെറുപ്പക്കാരൻ. And this Porus was a young man. ആ നല്ല യുദ്ധ സമർത്ഥന. And he is also a warrior. അലക്സാണ്ടർ ചലംജിനാബ് ദേശത്തേക്ക് കടന്നു വന്നപ്പോൾ ഈ അംബി എന്ന് പറയുന്ന പേടിത്തൊണ്ടൻ അദ്ദേഹത്തിന് മുമ്പിൽ കൈമടങ്ങി പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്യരുത്, ഞാൻ അങ്ങേക്ക് അടിയറ പറയുന്നു, എന്റെ രാജ്യം അങ്ങ് എടുത്തോളാൻ പറഞ്ഞു. And Alexander when he came, this Ambi he surrendered before him and said, I am not fighting you, I am giving you my throne, take whatever you want. എന്നാലേ പറഞ്ഞു ഒരു പോറസ് എന്ന് പറയുന്ന ഒരുത്തരുണ്ട്. But he said, but you know the other person Porus, അവനെ നമുക്ക് ശരിയാണ്. we have to defeat him. ലോക ചരിത്രത്തിൽ ഒരു ഇന്ത്യൻ രാജാവിനെ ഒറ്റിക്കൊടുക്കുന്നത് ആ സംദർഭമാണ്. That is the only circumstance in the world when one Indian king is surrendering another Indian king, is giving away another Indian king. അലക്സാണ്ടർ ഈ അംബിയും കൂടെ ചേർന്ന് ഈ പോറസുമായിട്ട് യുദ്ധം ചെയ്തു. And this Ambi and this Alexander the Great, they jointly fought against Porus. അങ്ങനെ വളരെ കഠിന യുദ്ധം ചെയ്ത് അവസാനം പോറസിനെ കീഴടക്കി. And finally after a great war, Porus was defeated. പോറസിനെ കീഴടക്കിയപ്പോൾ അലക്സാണ്ടർ ചോദിച്ചു, ഞാൻ നിന്നെ എന്ത് ചെയ്യണം? And after Porus was defeated, Alexander asked him, what should I do for you? ഈ പോറസിന്റെ ധൈര്യവും ബലവും കണ്ടപ്പോൾ ചോദിച്ചു, ഞാൻ നിന്നെ എന്ത് ചെയ്യും? And looking at the confidence and the boldness of Porus, he said, what should I do to you? ഈ പോറസ് എന്ന് പറയുന്ന നാട്ടുരാജാവ് ഒരു രാജാവിനെ പിടിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത് അതുപോലെ ചെയ്തോളാൻ പറഞ്ഞു. He said, when a king captures another king, what do? You do likewise. അപ്പൊ പറഞ്ഞു, നീ മിടുക്കനാണ്, നീ രാജ്യം ഭരിച്ചോ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തിട്ട് പുള്ളിക്കാരൻ തിരിച്ചുപോയി. And he said, you are a smart boy, you are a smart guy, I give you back the kingdom and you rule over the kingdom. അപ്പോൾ ലോകത്തിലെല്ലാം സിംഹാസനത്തെ ചൊല്ലി തർക്കം നടക്കുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ പറയുന്നു, എന്റെ സിംഹാസനം ഞാൻ നിങ്ങൾക്ക് തരാം. When the whole world is fighting over thrones and thrones, our Jesus, he said, I will give you my throne. നിങ്ങൾക്കും ജയിക്കാം. You also can overcome. എന്താണ് ലോകം, ജഡം, പിശാച്, ഇതിനെ ഒരു ദൈവവൈതൽ ജയിക്കണം. And the child of God must overcome world, flesh and the devil. ഒരു മനുഷ്യനെ എല്ലാ കാലത്തും ആക്രമിക്കുന്ന 3 ശക്തികളാണിത്. These are the 3 powers which is constantly fighting against man. ഒന്ന് ഈ ലോകത്തിന്റെ മോഹവും ഈ ലോകത്തിന്റെ ശക്തിയും മനുഷ്യനെ വശീകരിക്കുക. One is the lust and the powers of this world which is enticing man. രണ്ടാമത് ജഡശരീരം അവനെ പാപത്തിലേക്ക് വഴിതെളിക്കുക. And secondly, the flesh of man is pulling him towards sin. അടുത്തത് 3 പിശാച് അവനെ നാശത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുക. And thirdly, the devil is pulling him towards
destruction. എന്നാൽ നിങ്ങൾക്കും വിജയിക്കാം. But tonight you too can overcome. പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോകുന്നവരെ ഇന്ന് രാത്രി പറയുന്നു, നിന്റെ മദ്യപാനത്തിൽ നീ വിടുതൽ പറ, നിനക്ക് വിജയമുണ്ട്. You might be going into the pit of failure, but from your drunkenness you too can overcome. ഒരിക്കലും തൊമ്മിച്ചാട്ടൻ കുടിച്ച് പ്രശ്നം ഉണ്ടാക്കി. Once Tomichetan, he drank and he created some problem. പള്ളിയിൽ അറിഞ്ഞു. And it came to know in the church. ചെമ്പന്ന് ചോദിച്ചു, എന്താ തൊമ്മി നീ ഇങ്ങനെ അങ്ങ് കുടിച്ചങ്ങ് മുടിയുവാണല്ലോ. And the father, he asked, what is this, Tommy? You are killing yourself to death by drinking. എന്താ പറയാനാച്ചോ, അങ്ങ് സമാധാനം. He said, what to do? I have no peace. എന്താണോ നിനക്ക് സമാധാനം ഇല്ല? He said, what is the reason for your peaceless state? ഞാൻ അങ്ങ് മുഴു കുടിയനായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ പിന്നെ ഞാൻ അങ്ങ് കുടിക്കുക. And thinking, because I am a drunkard, I am keeping on drinking. പുള്ളിയുടെ സമാധാനക്കേട് താൻ ഒരു മുടിഞ്ഞ കുടിയനായി തീർന്നു, മുഴു കുടിയനായി തീർന്നു. He is restless because he became a drunkard. Because of that, he is continuing to drink. മദ്യപാനത്തിന് ഒരു വിടുതലില്ല. He is not getting a respite from the drunkenness. ലഹരിക്ക് അടിമകളായി എത്രയോ പേരാ കഴിയുന്നു. How many are addicted to drugs? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പുസ്തകം എല്ലാം അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് അങ്ങോട്ട് കയറി ജനലും മേശയെല്ലാം അടിച്ചങ്ങ് പൊട്ടിക്കുക. And this boy who's studying in 7th standard is coming back from school, throwing his school bag here and there, and he's destroying the windows and doors. എന്താ മോനെ മോൻ ചെയ്യുന്നത്? മമ്മി ചോദിച്ചു, മമ്മിക്കിട്ട് കയറി ഇടിക്കുക. And when mom went to ask him, son, what are you doing? He started beating his mom. ആകപ്പാടെ പ്രശ്നമായി. Became a big trouble. അവനെ പിടിച്ചു കെട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. And they bound him, took him to the hospital. പരിശോധിച്ചപ്പോൾ അവൻ ലഹരി ഉപയോഗിച്ചിട്ടു. Meaning to say he was using drugs. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ്. He is studying in 7th standard. നോക്കിയാട്ടെ എത്രയോ മനുഷ്യർ ലഹരിക്ക് അടിമകളാണ്. Nowadays, how many people are addicted to drugs? കൊച്ചു കുഞ്ഞുങ്ങൾ പോലും. Even small children. കൊച്ചു കുഞ്ഞിലെ തന്നെ തങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന എത്രയോ യുവനക്കാർ. And how many youths are destroying the youthful days? ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ. മാമ്പഴം വീഴുമ്പോൾ പോയി ചെന്നെടുക്കേണ്ടുന്നവൻ പൂങ്കുല തല്ലുന്നത് തല്ലു കൊള്ളാഞ്ഞിട്ടല്ലേ. മാമ്പഴം വീഴുമ്പോൾ പോയി ചെന്നെടുക്കേണ്ടുന്നവൻ പൂങ്കുല വിടർന്നു നിൽക്കുമ്പോൾ അത് കണ്ടപ്പോൾ അത് അടിച്ചങ്ങ് തകർക്കുക. And I've studied this song which I just sang right now. അതെ, ലോകത്തിൽ മനുഷ്യൻ എത്രയോ യൗവനക്കാർ തങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. How many youths are destroying the youthful days and ages nowadays? ഇന്ന് രാത്രി പറയുന്നു, നിങ്ങൾക്കും വിജയിക്കാം. But now I say to you this evening, you too can overcome. എങ്ങനെ ജയിക്കാം? How can you overcome? ശുദ്ധ യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ, When we come to the gospel according to St. John, 5ാം അധ്യായത്തിന്റെ 18ാം വാക്യം വായിക്കുമ്പോൾ, chapter 5 verse 18, അവിടെ എഴുതിയിരിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. and everyone who is born in this world, he is sin, and the devil cannot touch him. തന്നെ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, He that is born of God. തന്നെത്താൻ സൂക്ഷിക്കുന്നുള്ള മറ്റു വിവർത്തനങ്ങളിലൊക്കെ ദൈവം അവനെ സൂക്ഷിക്കുമെന്നാണ്. It means God is protecting him. വായിച്ചാട്ടാ വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ദുഷ്ടൻ അവനെ തൊടുന്നില്ലെങ്കിൽ പിന്നെ അവൻ ജയിക്കുകയില്ലയോ? And if the wicked one cannot touch him, will he not overcome? ദുഷ്ടൻ അവനെ തൊടുന്നതിന് തൊടുക എന്നുള്ളതിന് ദുഷ്ടൻ അവനെ പിടിക്കുക എന്നാണ്. Meaning to say the wicked one cannot capture him. 1 John 5:18. അവനെ പിടിക്കത്തില്ല. The wicked one cannot capture him. ദൈവത്തിൽ നിന്ന് ജനിക്കണം. He has to be born of God. ദൈവത്തിൽ ഒരുവൻ ജനിക്കണമെങ്കിൽ ഒരുവൻ ജനിച്ചിട്ട് വീണ്ടും ജനിക്കണം. പുതുതായി ജനിക്കുമ്പോഴാണ് അവൻ ദൈവത്തിൽ ജനിക്കുന്നത്. And when he is born of God means to say he is born again. യോഹന്നാന്റെ 1ാം ലേഖനം 5ാം അധ്യായം 1ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം. വായിച്ചാണ്, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുക. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. 1 John 5:1 it is mentioned, whosoever believeth that Jesus is Christ is born of God. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുക. We must believe in Jesus. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. We must believe in Jesus. അപ്പോൾ ഒരുവൻ ജനിക്കണം, പുതുതായി ജനിക്കണം. He has to be born again or newly born. അവൻ ദൈവത്തിൽ ജനിക്കണം. He must be born of God. അതുകൊണ്ടാണ് തിരുവെഴുത്ത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമുണ്ട്. So there is an incident which is clearly shown in the gospel. യോഹന്നാന്റെ സുവിശേഷം 3ാം അധ്യായം 3ാം വാക്യം നമുക്കെല്ലാവർക്കും പരിചയമുള്ള വേദഭാഗമാണ്. It is a very familiar verse. John the gospel chapter 3 verse 3. അവിടെ പരീശന്മാരുടെ കൂട്ടത്തിൽ നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരുവൻ ഉണ്ടായിരുന്നു. And there was Nicodemus who was one of the groups of the Pharisees. അദ്ദേഹം യേശുവിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരുന്നു. And he knew about Jesus very, very well. യേശുവിനെ രഹസ്യമായി സ്നേഹിച്ചിരുന്നു. And he loved Jesus secretly. യേശുവിനെ രഹസ്യമായി സ്നേഹിക്കുകയാണ് അദ്ദേഹം. And he is loving Jesus in a secrecy. എന്നാൽ അവൻ പരീശന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. But he is a man of the Pharisees. പരീശ ആ വാക്കൊന്ന് വായിച്ചു കേൾപ്പിച്ചാട്ടെ.
യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. പരീശന്മാരുടെ കൂട്ടത്തിൽ ഒന്നാം വാക്യം. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണി. And there was a man of the Pharisees. പരീശന്മാരുടെ കൂട്ടം എന്ന് പഠിക്കുമ്പോൾ, Meaning to say, യഹൂദന്മാരുടെ തൽമൂദ് അനുസരിച്ച് according to the Talmud of the Jews, 7 വിധത്തിലുള്ള പരീശന്മാരുണ്ട്. there are 7 types of Pharisees. മാർക്ക് വുഡ് എന്ന് പറയുന്ന വേദശാസ്ത്രജ്ഞൻ, And a Bible scholar by the name of Mark Wood, അദ്ദേഹം ഹീബ്രുവിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് 7 വിധ പരീശന്മാരെ കുറിച്ച്. he translated from Hebrew to English about the 7 types of Pharisees. അതില് 7 വിധ പരീശന്മാരെന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. And the 7 types of Pharisees, we can see similar people even in the current day and age. അതിൽ ഒന്നാമത്തെ പരീശന്മാരെന്ന് പറയുന്നത് ശേഖേമ്യ പരീശന്മാർ, ചുമൽ പരീശന്മാരെന്ന് പറയും. And first is the Shekemiah Pharisees. ചുമൽ പരീശൻ എന്ന് പറയും. And the ones who take upon themselves the error. എന്ന് പറഞ്ഞാൽ ഈ ശേഖേമ്യ പരീശന്മാരെ കുറിച്ച് പറഞ്ഞു, അവരെന്തെങ്കിലുമൊക്കെ നല്ല പ്രവൃത്തി ചെയ്താല് അത് തോളിൽ ചുമന്ന് എല്ലാവരെയും കാണിക്കത്തക്ക രീതിയിൽ കൊണ്ട് നടക്കുന്ന അവരുടെ പേരാണ് ചുമൽ പരീശന്മാർ, ശേഖേമ്യ പരീശന്മാർ. And these are the ones who bear all their the good deeds on their soldiers and they walk about on their shoulders and walk about. These are the Shekemiah Pharisees. എന്തെങ്കിലുമൊക്കെ നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ 10 പേര് കാണണമെന്നുള്ള ചിന്ത. And these are the people, if they do something good, 10 other people must see that good work. പരീശന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു പരീശന്റെ കൂട്ടമാണ്. And this is one group of the Pharisees. അടുത്ത രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഇടറി വീഴുന്ന പരീശന്മാര്. And second we can see another group of Pharisees. പറഞ്ഞാൽ നല്ല പ്രവൃത്തി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ ചില ന്യായങ്ങളൊക്കെ പറഞ്ഞു ഒഴിയുക. These are the Pharisees who want to do good things, but they give excuses and abstain from it. നല്ല പ്രവൃത്തി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, they want to do good deeds, ചില ന്യായങ്ങളൊക്കെ പറഞ്ഞങ്ങ് ഒഴി. but they give excuses and abstain from it. ഇടയിലും അങ്ങനെ ഉണ്ടല്ലോ. And there are certain of us also like that. ഒരു കൊച്ചനോട് ചോദിച്ചു, എന്താ കാത്തിരിപ്പ് യോഗത്തിന് വരാൻ? I asked one of the boy, why you are not coming for tarrying meeting? അവൻ പറയാ, അപ്പച്ച ആരാ കാത്തിരിപ്പ് യോഗം കണ്ടുപിടിച്ചത്? And he said, who found out this tarrying meeting? ആരാ കാത്തിരിപ്പ് യോഗം കണ്ടുപിടിച്ചത്? He said, who found out this tarrying meeting? ഇങ്ങനെ ഒഴിവ് കഴിവുകൾ പറയുന്നവരുണ്ട്. And there are certain people who give such excuses. അതാണ് ഈ ഇടറി വീഴുന്ന പരീശന്മാർ. And these are the stumbling Pharisees. അടുത്തത് രക്തമൊലിപ്പിക്കുന്ന പരീശന്മാരുണ്ട്. Thirdly, Pharisees who shed blood. എന്ന് പറഞ്ഞാല് നോട്ടത്തിലൂടെ പാപം പ്രവേശിക്കും, അതുകൊണ്ട് ഒന്നും കാണാതിരിക്കാൻ വേണ്ടി കണ്ണടച്ച് ഇങ്ങനെ പോകും, എവിടെയെങ്കിലും തലയും കാലും ഒക്കെ എവിടെയെങ്കിലും ഇടിച്ച് മുറിവേൽപ്പിച്ച് രക്തമൊലിപ്പിച്ച് നടക്കുന്ന അങ്ങനെ കുറെ പരീശന്മാരുണ്ട്. These are the Pharisees, in order that they may not see or witness any sin, they close their eyes and walk about. They will go and hit themselves on pillars and stones and they will start bleeding. അങ്ങനെ പരമ ഭക്തന്മാരായിട്ട് കാണിക്കുക. And they show themselves to be holy. അടുത്തത് ഉരൽ പരീശന്മാരെന്ന് പറഞ്ഞാൽ ഉരല് പോലെ തൊപ്പിയൊക്കെ വെച്ച് കുനിഞ്ഞു കുനിഞ്ഞ് പമ്മി പമ്മി നടക്കുന്ന ആളുകളാണ്. And then these are the ones about the mortar Pharisees who are bowing down and walking. ഉരല് പോലുള്ള തൊപ്പിയൊക്കെ അങ്ങോട്ട് തലയെ കൂടെ വെച്ച് and they wear like the crowns like the mortar, കുനിഞ്ഞു കുനിഞ്ഞ് and they bow themselves and they go like that. താഴ്മ കാണിക്കുക. They show much humility. പരീശന്മാരുടെ കൂട്ടത്തിലുള്ളതാണ്. And these are the other group of Pharisees. അടുത്തുള്ള അജ്ഞനായ പരീശന്മാരുണ്ട്, അജ്ഞത. And there are some strange Pharisees. ഈ അജ്ഞപരീശന്മാരെന്ന് പറഞ്ഞാല് എല്ലാം അറിയാന്നുള്ള ഭാവ, പക്ഷെ ഒന്നും അറിയത്തില്ല. These are the ones who claim to know everything, but in fact they are fools. അടുത്തത് ഭീത പരീശൻ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ട് ജീവിക്കുന്ന പരീശൻ. And then there's the fearful Pharisees who are fearful of everything. ഈ പരീശന്മാരുടെ കൂട്ടത്തിലെ ആറാമത്തെ ഗ്രൂപ്പാണ്. And this is the 6th group of Pharisees. എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ട് ജീവിക്കുക. They are fearful Pharisees. എന്താ ഭയപ്പെടുന്നത്? What are they fearing? ന്യായവിധിയുണ്ട്, there's judgment. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ശിക്ഷ വരും. If there is no prayer, there is judgment. ഉപവസിച്ചില്ലെങ്കിൽ ശിക്ഷ വരും. Judgment if no fasting. അതുകൊണ്ട് ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പരീശന്മാർ. So I pray, I fast, everything. എന്നാൽ സ്നേഹപൂർണനായ പരീശന്മാരുണ്ട്. And there are also the last group of Pharisees which are love-filled Pharisees. അതിൽ സ്നേഹപൂർണനായ പരീശനായിരുന്നു ഈ നിക്കോദിമോസ്. And this Nicodemus was the love-filled Pharisee. അതുകൊണ്ടാണ് ഈ നിക്കോദിമോസിനെ കാണണമെങ്കിൽ യേശുവിന്റെ ക്രൂശിനരികേക്ക് ചെന്ന് അരിമത്യക്കാരനായ യോസഫും നിക്കോദിമോസും കൂടെ ചെയ്യുന്ന യേശുവിന്റെ ശരീരം ഇറക്കി യേശുവിന്റെ ശരീരം കൊണ്ടുപോയി വളരെ മനോഹരമായ രീതിയിൽ വളരെ ചെലവുള്ള രീതിയിൽ സുഗന്ധവർഗമൊക്കെ ഇട്ട് അടക്കം ചെയ്യുക. And we can see the same Nicodemus, the love-filled Pharisee, at the cross of Jesus, along with the Joseph of Arimathea. They took down the body of Jesus, wrapped it very cleanly, and they paid much price, and they gave good essence, spices, and they laid him in a tomb.
അതുകൊണ്ടാണ് ഈ നിക്കോദിമോസ് യേശുവിന്റെ അടുക്കൽ ചെന്ന് പറയുന്നത്, അതെ യേശുവിനോട് പറയാണ്, യേശുവേ നീ ഗുരുവേ നീ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, നീ പറയുന്ന കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ നീ ഇത് ദൈവമായിട്ടുള്ള പിതാവുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഇത് പറയാൻ കഴിയത്തുള്ളൂ. And that's why I said, Rabbi, we know that you have come from God, because whatever you are saying you can only say because you come from God. യേശു പറയുന്നു, നിക്കോദിമോസേ നീ പുതുതായി ജനിക്കണം. Firstly, Jesus said, "Oh Nicodemus, you must be born നീ again. ദൈവത്തിൽ ജനിക്കണം. You must be born of God." അതെ, അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, എങ്ങനെയാ മനുഷ്യൻ വീണ്ടും ജനിക്കുന്നത്? And that's when he asked, "How can a man be born again?" അപ്പോൾ യേശു പറയുകയാണ്, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണത്തില്ല. And he said, "If you are not born again, you cannot see the kingdom of God." അടുത്തത്, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റത്തില്ല. And nextly he says, if you're not born again of water and of spirit, you cannot enter into the kingdom of God. നിങ്ങൾക്കും വിജയിക്കാം. You too can overcome. യേശു വിജയം കൈവരിച്ച ക്രൂശ്. And Jesus, on which he endured a victory on the cross. യേശുവിനെ നോക്കുവീൻ. Look unto Jesus. അവൻ പറയുന്നു, യേശു പറയുകയാണ്, എന്റെ സിംഹാസനത്തിൽ ജയിക്കുന്നവൻ ഇരിക്കാം. And Jesus saying to him that overcometh can sit on my throne also. അതെ, യേശു പറയുകയാണ്, അതെ ജനിക്കണം. എന്തെങ്ങനെ ജനിക്കണം? പുതുതായി ജനിക്കണം. And that's why Jesus says you must be born again, which is born of God. യഥാർത്ഥമായ ഒരു മാനസാന്തരത്തിന്റെ അനുഭവമാണ് യേശു പറഞ്ഞത്. And that is the true form of repentance. ഒരുവൻ മാനസാന്തരപ്പെടുമ്പോൾ അവനൊന്ന് പാപബോധമുണ്ടാകും. And in order, when he is repenting, he must be convicted of his sins. പറഞ്ഞാൽ ബൈബിളിൽ പറയുന്ന പുതിയ നിയമത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹൃദയത്തിൽ കുത്തുകൊള്ളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Meaning to say, he must be pricked in his heart in the book of Acts of the Apostles. ഒരുവൻ മാനസാന്തരപ്പെടുമ്പോൾ അവന് പാപബോധം ഹൃദയത്തിൽ കുത്തുണ്ടാകും. When he repents truly, he is getting a knowledge, or there is a prick in his heart about the sins. അവൻ ചോദിക്കും, രക്ഷ പ്രാപിപ്പാൻ എന്താണ് ചെയ്യേണ്ടത്? And he will ask, what must I do to be saved? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. You believe on the Lord Jesus. ഒന്ന് പാപബോധം ഉണ്ടാകണം. Firstly, you must have the knowledge of your sins. അടുത്തത് അനുതപിക്കണം. Secondly, you must repent. അനുതാപമില്ലാത്ത മാനസാന്തരത്തെ കൊണ്ട് പ്രയോജനമില്ലെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുക. And Corinthians said, repentance without which there's no use. അടുത്തത് പറയുന്നു, മാനസാന്തരത്തിൽ ഒരു ഏറ്റുപറച്ചിലുണ്ടാകും. ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. And thirdly, you must confess your sins. He that covereth his sin shall not prosper, but whoso confesseth his sin shall receive mercy. മാനസാന്തരത്തിൽ ഉണ്ടാകുന്ന മൂന്നാമത്തെ അനുഭവം പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ ഈ അനുഭവങ്ങൾ വേണം. ഒന്ന്, പാപബോധമുണ്ടാകണം, അനുതപിക്കണം, ഏറ്റുപറയണം. അടുത്തത് പറയുന്നു, മടക്കി കൊടുക്കണം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33:15 വാക്യം വായിക്കുമ്പോൾ, And Ezekiel chapter 33:15, after you are convicted, after you repent, after you confess, you must restitute, you must give back. അന്യമായി വാങ്ങിയതെല്ലാം മടക്കി കൊടുക്കണം. സഖായിയുടെ മാനസാന്തരം പോലെ. And like the repentance of Zacchaeus, what you have taken wrongfully, you must return that back. സഖായിയുടെ ഭവനത്തിൽ യേശു വന്നപ്പോൾ സഖായി സന്തോഷം കൊണ്ട് എന്താ പറഞ്ഞത്? ഞാൻ ചതിവായി വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി തിരികെ കൊടുത്തോളാം. And when Zacchaeus, out of the joy when Jesus came to his house, he said, if I have taken anything wrongfully, I will return back fourfold. 4 ഇരട്ടി കൊടുത്തില്ലെങ്കിൽ വാങ്ങിച്ചതങ്ങ് തിരിച്ചു കൊടുത്താൽ മതി. If you're not even returning fourfold, whatever you have taken, you at least you return that back. Restitute. അടുത്തത് പറയും, നിരപ്പ് പ്രാപിക്കുക. And then you must reconcile. യേശു പറഞ്ഞ കാര്യം അത്. That's what Jesus said. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:23-24 വായിക്കുമ്പോൾ, When we read Matthew chapter 5 verse 23-24, നീ യാഗവുമായി യാഗപീഠത്തിലേക്ക് പോകുമ്പോൾ സഹോദരനോട് നിന്നോട് വല്ല ഉണ്ടായാൽ നീ ആ യാഗവസ്തുവോടെ വെച്ചിട്ട് സഹോദരനോട് പോയി നിരന്നുകൊള്ളുക. And he said, if you bring a gift to the altar and remember that thy brother has something against thee, you go back to your brother and get reconciled with him. അങ്ങനെ ജീവിക്കുന്നവനാണ് അതേ പാപബോധം അല്ലെങ്കിൽ യഥാർത്ഥമായി മാനസാന്തരം. And that is the true experience of salvation. അവനാണ് പുതുതായി ജനിച്ചത്. He is born again. ആ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ അവനാണ്. He is born of God. ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ ദൈവം സൂക്ഷിക്കും. And he that is born of God, he will be protected by God. ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. And the wicked cannot touch him. അതാണ് ജയിക്കുവാൻ പറ്റിയ ഒരു അനുഭവം. That is an experience of overcoming. ദുഷ്ടൻ അവനെ തൊടുന്നില്ല. The wicked cannot touch him. ദുഷ്ടൻ അവനെ പിടിക്കുന്നില്ല.
The wicked cannot capture him കാരണം അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. because he is born of God. സാത്താൻ തൊടാൻ ശ്രമിക്കുമ്പോൾ ദൈവം പറയും എന്റെ മകനാ. And when Satan tries to touch him, Jesus will say, he is my son. എന്റെ മകളാണെന്ന് പറയും. She is my daughter. എന്റെ രക്തം കൊടുത്ത് വാങ്ങിയതാണെന്ന് I പറയും. bought her with my price. എന്റെ രക്തം കൊടുത്ത് വാങ്ങിയയാളാണെന്ന് പറയും. This is the price of my blood. കോഴി തന്റെ കുഞ്ഞിനെ സൂക്ഷിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. You might have seen how a hen covers or protects its younglings. ആ നിസാരമായ ഒരു അനുഭവമാണ് കോഴി തന്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത്. വലിയൊരു സത്യം അതിൽ അടങ്ങിയിട്ടുണ്ട്. Even though it is a simple matter, there is a great truth hidden in that matter. 20-21 ദിവസം മുട്ടയുടെ മുകളിൽ ഇരുന്ന് ചൂടും സഹിച്ച് വെള്ളം കുടിക്കാതെ തീറ്റ തിന്നാതിരുന്ന കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കുക. And for 20-21 days, the hen suffers all the troubles. It incubates the eggs and it hatches the eggs. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള തത്രപ്പാടാണ്. And then it is struggling to feed these young ones. എന്നാൽ ഒരു കാര്യമുണ്ട്, ശത്രുവിന്റെ നിഴല് കാണുമ്പോഴേ ഈ തള്ളക്കോരി ഒരു ശബ്ദം പുറപ്പെടുവിക്കുക. But as soon as it sees the shadow of its enemy, this mother hen will make a sound. കുഞ്ഞുങ്ങളെല്ലാം വന്ന് തള്ളക്കോഴിയുടെ ചിറകിനടിയിലേക്ക് കയറും. And all these chicks will come and hide under the wings of the mother hen. തീറ്റ തിന്നാൻ ഒരു ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ തീറ്റ തിന്നാൻ കുഞ്ഞുങ്ങളെല്ലാം കൂടി വരും. അപ്പോൾ അതെല്ലാം വിഭാഗിച്ചു കൊടുക്കും. And when it gets any food, it creates a sound, and then all the chicks will come, and then the mother will distribute the food. ശത്രു വരുമ്പോൾ ഒരു ശബ്ദം പുറപ്പെടുവിക്കും. But when the enemy comes, it makes another sound. ഇതെല്ലാം കുഞ്ഞുങ്ങൾക്കറിയാം. ശത്രു പോയി കഴിയുമ്പോൾ ഒരു ശബ്ദം പുറപ്പെടും. And when the enemy goes away, it makes another sound. കുഞ്ഞുങ്ങളെല്ലാം ചിറകടിച്ച് ഒരു വരവുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? And have you seen all the chicks coming? ഇതൊക്കെ ശ്രദ്ധിക്കണം. You must make note of this. അപ്പോ എന്താണെന്നറിയാമോ? ഈ തള്ളക്കോഴി ശബ്ദം പുറപ്പെടുവിക്കും, കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ കയറിക്കൂ. And this mother hen will say, oh chicks, come under my wings. കഴിഞ്ഞ നാളുകൾ ദൈവം നിന്നെ ഇങ്ങനെയാ സൂക്ഷിച്ചത്. ശത്രു തൊടാൻ ശ്രമിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു അവൻ എന്റെ മകനാ, തൊട്ടുപോകരുത്. And this is how our God protected you. And when Satan tried to touch you, he said, no, this is my son. കരമൊന്ന് ഉയർന്നിരിക്കട്ടെ. And let your hand be കഴിഞ്ഞ raised. നാളുകൾ നിന്റെ ദൈവം നിന്നെ സൂക്ഷിച്ചത്, നിന്റെ കുടുംബത്തെ സൂക്ഷിച്ചത്, നിന്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചത്, അങ്ങനെ സൂക്ഷിച്ചത്. ശത്രു തൊടാൻ ശ്രമിച്ചു, ദുഷ്ടൻ അവനെ തൊടാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞു അവൻ എന്റെ മകനാണ്, അവൾ എന്റെ മകളാണ്, തൊട്ടുപോകരുത്. എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ, രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയതാ. പ്രിയ ദൈവമേ, നീ ദൈവത്തെ ഒന്ന് സ്തുതിക്ക്. You praise God, oh dear child of God. When the devil tried to touch you, your children and your family, he said, no, this is my son, this is my daughter, he is redeemed by my blood. You are not allowed to touch him. അനർത്ഥങ്ങൾ ഉണ്ടായപ്പോൾ, When evil befell you, രോഗം ഉണ്ടായപ്പോൾ, when sickness came, കരം താത്തിടരുത്. you do not put down your hand. Let your hand be raised. ദൈവം നിന്നെ സൂക്ഷിച്ചത് അങ്ങനെ. How did God protect you? കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചത് How did he protect your children? അവൻ എന്റെ മകനാണ്, This is my son. അവൾ എന്റെ മകളാണ്, This is my daughter. തൊട്ടുപോകരുത്. Do not touch him. ദൈവത്തിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവൻ, You are redeemed by the blood of Jesus. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവൻ, You are redeemed by the blood of നീ Jesus. ദൈവത്തിന്റെ സ്വന്തമാ. You are God's ദുഷ്ടൻ own. നിന്നെ തൊടുന്നില്ല. No evil can touch നീ you. ദൈവത്തിന്റെ സ്വന്തമാ. You are God's own. യേശുവിനെ നോക്കുവീ. Look unto Jesus. എന്തുകൊണ്ട് യേശുവിനെ നോക്കണം? Why should we look at Jesus? അവൻ ജയിച്ചു, ക്രൂശിനെ ജയിച്ചു. He overcame the cross. അടുത്തത് അവൻ ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കും. And nextly we see Jesus on the right hand of the യേശു Father. ക്രിസ്തു ക്രൂശിനെ സഹിച്ചു, ക്രൂശിനെ വഹിച്ചു. അവൻ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. അവൻ ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കും. Jesus endured the cross. He bore the cross. He was victorious on the cross. And now he is set down on the right hand of the throne of God. യേശു ക്രിസ്തു ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുക. Jesus is sitting on the right hand of the throne of God. അവൻ സകലത്തിനും പരിഹാരം വരുത്തിയെന്നാണ് എബ്രായ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. And that's what he said. It is said in Hebrews by St. Paul. He made a solution for everything. എബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിന്റെ അവസാന വാക്ക് വായിക്കുമ്പോൾ അവൻ സകലത്തിനും പരിഹാരം വരുത്തിയ ശേഷം ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. വായിക്കണ്ട. And when we read in Hebrews chapter 1 verse 3, the last portion, we can see he brought a solution to everything. അവൻ മഹാപുരോഹിതനായി പിതാവിന്റെ വലത്തുഭാഗത്തുണ്ട്. And he as a high priest is on the right hand of the Father. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. He is interceding for us. യേശു മണവാളനായി എത്രയും വേഗം വെളിപ്പെടുവാൻ പോകുന്നു. And Jesus is going to appear as the bridegroom very soon. ദൈവസഭയുടെ പ്രത്യാശ അതാണ്. And that is the hope of the church. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ, Oh, people of God who are redeemed by the blood of Jesus. ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരെ, Oh, you who have sealed by the
the Spirit. ദൈവകൽപ്പന അനുസരിച്ചവരെ You who have obeyed the commandments നീ of God. ദൈവത്തിന്റെ സ്വന്തമാണ്. You are God's own. ചേർക്കുവാൻ യേശു മണവാളനായി വെളിപ്പെടാൻ Jesus പോകുകയാണ്. is going to appear as a bridegroom to capture you, to take you away. യേശുവിന്റെ മടങ്ങിവരവ് എത്രയും വേഗം സംഭവിക്കും. The advent of Jesus is going to take place very soon. ലോക സംഭവങ്ങൾ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുക. The signs of the world are shouting it forth. ഞാനും നിങ്ങളും പാദങ്ങളും ഇരിക്കുന്ന ഭൂമി വിളിച്ചു പറയുന്നു യേശു വരാറായി. And the earth on which we are sitting, it's saying Jesus is coming very soon. അത് മാത്രമല്ല ഈ ഭൂമണ്ഡലം മുഴുവനായി വിളിച്ചു പറയുന്നു നാഥൻ വരാറായി. And the whole of universe is shouting forth, the leader, the creator is going to come. കാഹളനാദം മുഴങ്ങാറായി. The trumpet is going to sound. നമ്മുടെ മണവാളൻ വീണ്ടെടുപ്പുകാരൻ മധ്യാകാശത്തിൽ വെളിപ്പെടാൻ Our പോകുകയാണ്. redeemer, our bridegroom is going to come very soon, appear in the mid-air. രാത്രി യേശുവിലേക്ക് നമുക്ക് നോക്കാം. Tonight shall we look unto that Jesus. യേശുവിലേക്ക് നോക്കാം. Look unto Jesus. അവൻ ക്രൂശിനെ സഹിച്ചു. He endured the cross. അവൻ ക്രൂശിനെ വഹിച്ചു. He bore the cross. അവൻ ക്രൂശിൽ മേൽ ജയോത്സവം And കൊണ്ടാടി. he was victorious on the cross. ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. And now he sits on the right hand of the throne of God. നമുക്ക് വേണ്ടി വാസം ഒരുക്കി മടങ്ങി വരാൻ പോകുന്നു. He is preparing a habitation for us. ആ And he is going to യേശുവിന്റെ return very വരവിനായി നീ soon. ഒരുങ്ങിയിട്ടുണ്ടോ? And have you ready for that coming? ഈ ലോകത്തിലുള്ളതെല്ലാം വെള്ളക്കുമളയുടെ ആയുസ് മാത്രമേ ഉള്ളൂ. Everything in this world is like the bubble of the water. എല്ലാം തീർന്നു മാറിപ്പോകും. Everything is going to pass away. യേശുവിന്റെ വരവ് എത്രയും വേഗം The സംഭവിക്കും. coming of Jesus is very soon. വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. The saints will be ക്രിസ്തുവിൽ transformed. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. All those who are dead in Christ ആ will be സുദിനം caught up. നാളെ ഏറ്റവും അടുത്തിരിക്കുന്നു. Yes, that day is very soon. വലിയൊരു പ്രത്യാശ നമുക്കുണ്ടാകും. We have a great hope. മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് And before we conclude this നമുക്ക് meeting, എല്ലാവർക്കും ഒന്ന് മുഴങ്കാലിലിരിക്കാം. shall we be all on our knees? കഴിവുള്ളവരൊക്കെ ഒന്ന് മുഴങ്കാലിലിരിക്കാം. All those who are able, please be on your knees. സ്വർഗ്ഗത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. Shall we look unto heaven? യേശു വരാറാ. Our Jesus is coming very soon. ദിവസത്തെ മദ്രാസ് കൺവെൻഷൻ പാട്ട് പേപ്പറിൽ 15ാമതൊരു പാട്ടുണ്ട്. In the 15th song of our Madras Convention's hymn sheet, ലക്ഷം ദൂതന്മാർ and many lakhs and lakhs of angels, അണിയണിയായി നിരന്നിടുന്നേ. and they are being arrayed together. കുഞ്ഞാട്ടിൻ കല്യാണ നാളിൽ And during the marriage of the Lamb, ആരവാരം കേൾക്കുന്നില്ലേ? can you not hear the noise? വേഗം നാം കണ്ടിടും We shall see very soon, പൂർണ്ണ ശോഭയോടെ പ്രിയനെ. with entire glory, the groom. ആനന്ദമാക്ഷണത്തിൽ How much soon and how much joyous അവനോട് സദൃശന്മാരായി we can be likened unto him. അത്യാശയുള്ള ദൈവമക്കൾ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്ത് സ്തോത്രസ്തുതികൾ കരേറ്റി. And all the people with hope of God shall we raise up our hands and praise God for some time. ദൈവശക്തി വ്യാപരിക്കട്ടെ. Let the power of God move. ആ കോറസ് നമുക്ക് കരമടിച്ച് പാടുവാനിടയാകട്ടെ. And shall we sing the chorus clapping പൂർണ്ണ our hands? ശോഭയോടെ ഞാൻ എന്റെ പ്രിയനെ I കാണും. will see my King in his all പൂർണ്ണ his ശോഭയോടെ glory. ഞാൻ എന്റെ പ്രിയനെ I കാണും. will see my beloved in all his glory. ലക്ഷം ദൂതന്മാരോടുകൂടെ With lakhs and lakhs of angels. യേശുവിനെ കാണും. I will see my ഞാൻ എന്റെ Jesus. കഷ്ടങ്ങൾ മറക്കും. I will forget my sorrows. നിന്ദകൾ മറക്കും. I will forget my pain. നിന്ദകൾ മറക്കും. I will forget my shame. ദുഃഖങ്ങൾ I മറക്കും. will forget my sorrows. വേദനകൾ I മറക്കും. will forget my pain. വേഗം ഞാൻ കണ്ടിടും. I will see him very soon. കരമടിച്ച് ചേർന്ന് പാടാം. Shall we clap our hands and sing? ലക്ഷം ദൂതൻ